ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും എത്തിയോ മക്കളെ? കുറച്ച് പേരുടെ വീഡിയോ ഓഫ് ആണല്ലോ, പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കിയേ, വേഗമാവട്ടെ. ഇന്നിപ്പോ ഒരു അവധി ദിവസമായിരുന്നു അല്ലേ? ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആർക്കെങ്കിലും ക്ലാസ് ഉണ്ടായിരുന്നോ? ക്ലാസ് ഇല്ല, ആർക്കും ഉണ്ടായില്ല. ഹോ, രക്ഷപ്പെട്ടു. അതിൻ്റെ ഒരു സന്തോഷം മുഖത്ത് കാണാനുണ്ട് എല്ലാവരുടെയും. അപ്പോൾ നമുക്കപ്പോൾ ഇന്ന് മാത്സ് 2 ചാപ്റ്റേഴ്സ് നോക്കാനായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സ് ആണ്. നമ്മുടെ ഫസ്റ്റ് ടേമിൽ അല്ലേ നമ്മൾ ആദ്യം പഠിച്ച 2 ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങിയാലോ? റെഡി ആണോ എല്ലാവരും? ഓക്കെ ആണോ? യെസ്, എല്ലാവരും ഒന്ന് ആദ്യം തന്നെ നിവർന്നിരുന്നേ. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണല്ലേ സാറേ? എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ മാറും അല്ലേ? യെസ്, നിങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ സങ്കടം അങ്ങ് മാറും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളപ്പോൾ ഇന്ന് ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ പാഠത്തിന്റെ പേരൊന്ന് എഴുതിക്കേ. ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച നമ്പർ റിലേഷൻസ് പോലെയൊന്നും അത്ര ബോർ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. നമ്പർ റിലേഷൻ ഒക്കെ കുറച്ച് ബോറാണ് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ് അതൊക്കെ ചെയ്തു വരാനായിട്ട്. പക്ഷേ ഭിന്നസംഖ്യകൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്റർ ആണ്. ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഫ്രാക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, കണ്ട കുറേ പേർക്ക് ഇഷ്ടമാണ്, എനിക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ? അപ്പൊ ആദ്യം തന്നെ ഫ്രാക്ഷൻസിലെ കുറച്ച് കാര്യങ്ങളോ ഒന്ന് നമുക്ക് പറയാനായിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഫ്രാക്ഷൻസിൽ പ്രധാനപ്പെട്ട ടോപ്പിക്, എന്തൊക്കെയാണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 2/3 എന്ന് പറയുന്ന ഫോമിൽ എഴുതിയെന്ന് വിചാരിക്കുക അല്ലെ? നമ്മളിപ്പോൾ നോർമൽ നമ്പേഴ്സ് അല്ല ഫ്രാക്ഷൻസിൽ പഠിക്കുന്നത് അല്ലേ? 2/3 എന്ന് പറയുന്ന ഫോമിൽ മുകളിലും താഴെയുമായിട്ട് 2 നമ്പേഴ്സ് തന്നിരിക്കുകയാണ് ആണല്ലോ. ഇതിൽ മുകളിൽ കിടക്കുന്ന നമ്പറിനെ നമ്മൾ വിളിക്കുന്നത് ന്യൂമറേറ്റർ എന്നാണ്. എന്താണ് ന്യൂമറേറ്റർ? എന്താണ് വിളിക്കുന്നത്? ന്യൂമറേറ്റർ. അതായത് 2 ആണ് ഇവിടുത്തെ ന്യൂമറേറ്റർ, താഴെ കിടക്കുന്ന ഈ നമ്പർ ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആണല്ലോ. യെസ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ക്ലിയർ? ഇനി ഈ ഡിനോമിനേറ്റർ നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഛേദം എന്നാണ്. ഛേദം, ഇത് ഛേദം, ന്യൂമറേറ്റർ അംശം. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു ഫ്രാക്ഷനിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യമാണ്, നമ്മളൊരു ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സംഖ്യ, മുകളിൽ കിടക്കുന്ന ആള് n അഥവാ ന്യൂമറേറ്റർ എന്നും താഴെ കിടക്കുന്ന ആള് ഡിനോമിനേറ്റർ അഥവാ ഛേദം, അംശവും ഛേദവും. ക്ലിയർ ആയിട്ട് അതൊന്ന് എഴുതി വെച്ചേ. അംശവും ഛേദവും ക്ലിയർ ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, എക്സാമ്പിൾ, അതായത് പെട്ടെന്ന് പഠിക്കാനായിട്ട് n/d എന്ന് പഠിച്ചു വെക്കുക. അംശ എന്ന് മലയാളംകാരി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അംശവും ഛേദവും n d എന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. നടക്കുന്നവനൊരു സ്ഥലത്ത് പോയിരുന്നേ പ്രിൻസേ. എന്താണ് നീ സാധാരണ ശമ്പളം പടിഞ്ഞിരിക്കാറാണല്ലോ പതിവ്? വേഗം ചെല്ല്. യെസ്, ബാക്ക് ടു പൊസിഷൻ സർ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അംശം ഛേദം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്മുടെ ഈ പറയുന്ന നമ്പേഴ്സിനെ തമ്മിൽ, ഫ്രാക്ഷൻസിനെ തമ്മിൽ എങ്ങനെ കൂട്ടാം, കുറയ്ക്കാം, ഗുണിക്കാം, ഹരിക്കാം, ഈ 4 കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ പറയുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? എങ്ങനെ കൂട്ടാം, ആഡ് ചെയ്യുന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. എങ്ങനെ കൂട്ടാം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം. 1/2 + 2/4 ഇതാണ് നമ്മുടെ നമ്പർ എന്ന് വിചാരിക്കുക. എന്താണ്? 1/2 + 2/4. ഇതിനകത്ത് നമ്മുടെ താഴത്തെ ഡിനോമിനേറ്റേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചേ മക്കളെ. 2ഉം 4ഉം എന്തിന്റെ മൾട്ടിപ്പിൾസ് ആ? 2ഉം 4ഉം ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. 2ഉം 4ഉം ഏതിന്റെ മൾട്ടിപ്പിൾസ് ആ? ഏതിന്റെ കോമൺ മൾട്ടിപ്പിൾസ് ആ? യെസ്, 2വിന്റെ കോമൺ മൾട്ടിപ്പിൾസ് ആണല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ കിടക്കുന്ന 2വിനെ നമുക്ക് 4 ആക്കി മാറ്റാനായിട്ട് സാധിക്കും ഇല്ലേ? ഈ 2വിനെ 4 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളൊന്ന് ചോദിക്കാം സാറേ. ആരാണ്? ഡിയോൺ. യെസ്, ഡിയോണെ കുട്ടാ പറഞ്ഞേ. 2വിനെ 4 ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തോ ഒരു ചെറിയ കാര്യം ചെയ്താൽ 2 4 ആയി. എന്തായി? ഹലോ ഡിയോണെ, അൺമ്യൂട്ട് ചെയ്തേ. പറഞ്ഞോ. 2വിനെ എന്ത് ചെയ്താൽ അതിനെ 4 ആക്കി മാറ്റാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആയി മാറിയല്ലേ? യെസ്, മിടുക്കൻ. 2 × 2 ആയി. 2വിനെ വീണ്ടും ഒരു 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത് 4 ആയി മാറി. മുകളിലും അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. കുറെ പേര് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, താഴത്ത് മാത്രം ചെയ്തു വെക്കും. ആ ഒരു പരിപാടി പറ്റൂല അല്ലേ? നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിൽ ചെയ്യുന്നത് അത് തന്നെ ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പൊ താഴെ 2 ആണ്, അതിനെ ഒരുപോലെ ആക്കാൻ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? താഴെ 4 ആക്കാൻ വേണ്ടി 2വിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. താഴെ ചെയ്തെങ്കിൽ മുകളിലും ചെയ്തിരിക്കണം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. യെസ്, താഴെയും ചെയ്തു മുകളിലും ചെയ്തു. ഇപ്പൊ ഇത് മാറിയല്ലോ. 2 × 1 2 ആയി മാറി. ഇനി 2 × 2 4 ആയി മാറി. +2/4. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ഇത്രയും
ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ യെസ്. അപ്പോൾ 2/4 + 2/4. ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആയില്ലേ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആവുന്ന സാഹചര്യത്തിൽ ഡിനോമിനേറ്ററിനെ ഒരു മാറ്റവും വരുത്തണ്ട, അങ്ങനെ തന്നെ നിർത്താം. മുകളിലെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതി. 2 + 2 2 + 2 2 + 2 എത്രയാണ്? ഒന്ന് കൈ കൊണ്ട് കാണിച്ച എല്ലാവരും. 2 + 2 that is 4. 4 ആണല്ലേ. അപ്പൊ 4/4 അതായത് 1 ആണ് നമ്മുടെ ആൻസർ കിട്ടുക. 4/4 എന്ന് പറയുന്നതാണ് അതിന്റെ ഫ്രാക്ഷൻ ഫോം. അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അതിനെ നമ്പറിലേക്ക് മാറ്റാം. 1 എന്ന് കിട്ടിയോ? ചെയ്യുന്നുണ്ടോ? ഡിയോണെ എഴുതുന്നില്ലേ? എഴുതിയെടുക്ക. യെസ്, ഫസ്റ്റ് ആഡ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെങ്കിൽ അതിനെ സെയിം ആക്കുന്ന കാര്യം. ക്ലിയർ ആണോ? ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ അതിനെ ആക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പവിത്ര എന്ത് കാര്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അവിടെ. കഴിച്ചവിടെ എഴുതിയാൽ മതി. ഓക്കെ, യെസ്. നോക്കിക്കേ, അപ്പോൾ ഇത് പെട്ടെന്ന് എഴുതിയെടുത്ത് എല്ലാവരും. ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ലെങ്കിൽ സെയിം ആക്കുന്നു. യെസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് നോർമൽ ഡിവിഷൻ ഒന്ന് നോക്കാം, നോർമൽ അഡീഷൻ ഒന്ന് നോക്കാം. അതായത് ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. 2/3 + 1/2 ആണെന്ന് വിചാരിക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഡിനോമിനേറ്റർ 3 ആണ്, തൊട്ടപ്പുറത്ത് ഡിനോമിനേറ്റർ 2 ആണ്. 3ഉം 2ഉം ഏതിലെങ്കിലും വരുന്നുണ്ടോ? ഒന്നിച്ച് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ പറ്റില്ല. നമുക്ക് എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യാന്നറിയോ? ഇറ്റ്സ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എന്താ ചെയ്യേണ്ടത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേ. 2 × 2 ചെയ്യാം. അതായത് ഈ 2 × 2 ചെയ്തു. പ്ലസ് നടുക്ക് കിടക്കുന്ന ഓപ്പറേഷൻ പ്ലസ് ആണല്ലോ, ഇവിടെ കിടക്കുന്നത് പ്ലസ് ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ് ഇടണം. 2 × 2 പ്ലസ് അടുത്ത ക്രോസ് എന്ത് വരും സാർ? ഒരാളോടൊന്ന് ചോദിക്കാം. ശ്രേയക്കുട്ടി പറഞ്ഞേ, അടുത്ത ക്രോസ് എന്ത് വരൂടാ? 2 × 2 ഫസ്റ്റ് ക്രോസ്. സെക്കൻഡ് ക്രോസ് 3 × 1. യെസ്, 3 × 1 ഡിവൈഡഡ് ബൈ താഴത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. താഴത്തെ നമ്പർ എന്ന് പറയുമ്പോൾ 3 × 2. എല്ലാവരും പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ച ആൻസർ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? 2 × 2 കൈ കൊണ്ട് കാണിച്ചേ. 2 × 2 എത്രയാണ്? യെസ്, 4 ആണ്. 4 കിട്ടി. പ്ലസ് 3 × 1 കൈ കൊണ്ട് കാണിച്ചേ. 3. കുറെ പേര് അത് ഇങ്ങനെ വെച്ചോണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ താഴത്ത് 3 × 2 എത്രയാ? 3 × 2 6 ആണ്. സോ ആൻസർ ഇസ് 7/6. 7/6 ആൻസർ കിട്ടിയെങ്കിലും ഒന്ന് ടാറ്റ വന്നോ. 7/6 കിട്ടി കഴിഞ്ഞവരൊന്ന് ടാറ്റ വന്നോ, പെട്ടെന്ന് കിട്ടിയെങ്കിൽ. ഓക്കെ ആണോ? ക്ലിയർ? 7/6 കിട്ടിയില്ലേ? അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നുള്ള കാര്യം ഓർത്തോടുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതേ സെയിം പ്രോസസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത്. ഓക്കെ, സബ്ട്രാക്ട് ആണെങ്കിലും നോർമലി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്ത പോലെ തന്നെ ഇപ്പൊ സബ്ട്രാക്ഷൻ ആണ്. ഇപ്പോൾ 2/3 - 1/2 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എഴുതണ്ട, ജസ്റ്റ് നോക്കുക. 2 × 2 ചെയ്യുക, -3 × 1 ചെയ്യുക. 2 × 2 ചെയ്യുക, സൈനിൽ മാറ്റം വരും, -3 × 1 ചെയ്യാം, ഡിവൈഡഡ് ബൈ 3 × 2. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ സൈൻ മാറ്റി കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. എങ്ങനെയാണ് നമുക്ക് ഗുണനം നടത്താനായിട്ട് സാധിക്കുക? രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ നമുക്ക് എങ്ങനെ ഗുണിക്കാം എന്ന് നോക്കാം. നോക്കിയാലോ? യെസ്, 2/5 × 3/2. ഒരാളൊന്ന് ചോദിക്കാം, അറിയാവുന്ന നോക്കട്ടെ. ആരാണ് സാറേ? ആദിത്യൻ. കുട്ടാ അൺമ്യൂട്ട് ചെയ്തേ. ഹലോ. ബസ്മൊക്കെ തൊട്ട് ഇരിക്കണ ഇരിപ്പ് നോക്കി സാറേ. പറഞ്ഞോ, എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2/5 × 3/2. 2 × 3 ചെയ്യണം. യെസ്, അപ്പോ ചെയ്തു. 2 × 3 ചെയ്തു. പിന്നെ ബൈ 5 × 2. യെസ്, വെരി ഗുഡ്, മിടുക്കൻ. 2 × 3 ഡിവൈഡ് ബൈ 5 × 2. ഓക്കെ, മ്യൂട്ട് ചെയ്തോ കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നേരത്തെ ക്രോസ് ചെയ്തെങ്കിൽ ഇവിടെ ആ പരിപാടി ഒന്നുമില്ല. നമ്മൾ നേരെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 × 3 ചെയ്യാം, ഡിവൈഡഡ് ബൈ 5 × 2 ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നോളൂ. യെസ്, മുകളിൽ 2 × 3 ചെയ്യുമ്പോൾ 6 ആണ്, താഴെ 5 × 2 ചെയ്യുമ്പോൾ 10 ആണ്. 6/10 എന്ന് വരും. ഓക്കെ, 6/10. ശ്രേയ ഉറങ്ങണോ? അവിടെ ഇരുന്ന് ശ്രേയ ഉറങ്ങണോ? ശ്രേയ എന്നല്ലേ സാറേ ആളുടെ പേര്? എന്ത് പറ്റി? ഒരു മൂഡ് ഔട്ട് ആണല്ലോ കൊച്ച്. ഉഷാറായിട്ട് ഇരുന്നേണോ? എന്നാലെന്തോ ഒരു സങ്കടമുണ്ട്. യെസ്, അപ്പൊ എത്രയാണ് ആൻസർ? 6/10. 6/10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? 2 × 3 6, 5 × 2 10. ക്ലിയർ? ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഡിവിഷൻ. ഏതാണ് ചെയ്യാൻ പോകുന്നത്? ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹരണം. ഹരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നോക്കാം.
ഹരിക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കി, 2/3 ഡിവൈഡഡ് ബൈ 3/4. നോക്കിക്കേ മക്കളെ, എന്താണ് ചെയ്യുന്നത്? 2/3 എന്ന് പറയുന്ന ഫ്രാക്ഷനെ 3/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. ഓക്കെ, നമുക്ക് ഒരാളോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ആരാണ്? ധീരജ്. യെസ്, ധീരജേ. സാർ ധീര പാട്ടൊക്കെ പാടി ഇൻട്രോ കൊടുക്കുന്നുണ്ട്. ധീരജേ, നഹം കടിക്കല്ലേടാ. ഓ, അവൻ ഇൻട്രോ കൊടുത്തത് ഇങ്ങനെയൊക്കെ വന്നു മക്കളെ, നശിപ്പിച്ച്. സാർ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു അവന്റെ ഇൻട്രോ. ഓക്കെ ധീരജേ, എങ്ങനെ ചെയ്യും? നമുക്കിത് എങ്ങനെ ചെയ്യാം? ഡിവിഷൻ അങ്ങനെയൊക്കെ ഇപ്പൊ ചോദിച്ചാ പറഞ്ഞു. 3/2 ആണോ? നമുക്ക് നോക്കാം. നോക്കിക്കേ മക്കളെ, എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറം ഉണ്ട് കേട്ടോ. അതായത് രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിലാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 2/3 അങ്ങനെ തന്നെ വെക്കുക. ഫസ്റ്റ് ഫ്രാക്ഷൻ അതുപോലെ തന്നെ വെക്കുക. അടുത്തതിലെ ഇൻടു, അടുത്തതിൽ എന്ത് വരും? ഇൻടു, പിന്നെ അടുത്ത ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ വരുന്നു. അതായത് 3/4 ആണ് ഫ്രാക്ഷൻ എങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അത് തിരിച്ചിടണം അല്ലെ. 4/3 ആയിരിക്കണം അതിന്റെ റെസിപ്രോക്കൽ. നമുക്ക് തൊട്ടടുത്ത ചാപ്റ്റർ, യെസ് വെരി ഗുഡ് ഇവാറോസ്, അടുത്ത ചാപ്റ്ററിൽ റെസിപ്രോക്കലാ പഠിക്കാനുള്ളത്. അപ്പൊ 3/4 ആണ് ഫ്രാക്ഷൻ എങ്കിൽ 4/3 ആണ് അതിന്റെ വിപരീത ഭിന്നം അല്ലെങ്കിൽ റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിച്ചേ മക്കളെ. അപ്പൊ ഒന്ന് എഴുതി വെച്ചേ, ഒന്ന് ബ്രാക്കറ്റിൽ ഒന്ന് എഴുതിയും കൂടി വെച്ചേ. രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഹരിക്കുമ്പോൾ എന്ന് മലയാളംകാർ എഴുതാം, ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതാം. രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, എല്ലാവരും എഴുതി വെക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക, ഒരു ബ്രാക്കറ്റിലേക്ക് ആക്കി വെക്കാം. ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, 3/4 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 4/3, അല്ലെങ്കിൽ അതിനെ തിരിച്ചിടുന്നതാണ്. പിടികിട്ടിയോ? 2/3 ഇൻടു 4/3. 2/3 ഇൻടു 4/3. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, വെരി ഗുഡ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. എല്ലാവരും ഒന്ന് ആൻസർ കണ്ടുപിടിച്ച് ഞാൻ ചോദിക്കൂ കേട്ടോ. എല്ലാവരും ഒന്ന് ആൻസർ കണ്ടുപിടിച്ചേ. 2 ഇൻടു 4 ചെയ്യാം, ഡിവൈഡ് ബൈ 3 ഇൻടു 3 ചെയ്യാം. 2 ഇൻടു 4 ഡിവൈഡ് ബൈ 3 ഇൻടു 3. എല്ലാവരും ചെയ്തേ. യെസ്, പറയാം. സാർ ഒരാളൊന്ന് വിളിച്ചോളൂ. റിയ. യെസ്, റിയ കുട്ടി പറഞ്ഞോളൂ, എത്ര കിട്ടിയ ആൻസർ? ഹലോ ഹലോ ഹലോ, കേൾക്കാം പറഞ്ഞോളൂ. 8/9. യെസ്, വെരി ഗുഡ്, സൂപ്പർ. എത്രയാണ്? 8 ഇൻറ്റു 4, സോറി 4 ഇൻറ്റു 2 8 3 ഇൻറ്റു 3 9. ശ്രദ്ധിച്ച മക്കളെ, നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ട് ഡിവിഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. എന്താണ്? രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്രാക്ഷൻ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷന്റെ ചിഹ്നം കൊടുക്കുക. ഇൻറ്റു എന്ത്? അടുത്ത ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഒരു നമ്പർ 3/4 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചിടണം. രണ്ട് നമ്പേഴ്സ് മുകളിലും താഴെയുമുള്ള നമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റും. അതായത് 3 എന്ന് പറയുന്ന സാധനം താഴെ വരും, 4 എന്ന് പറയുന്ന നമ്പർ മുകളിൽ വരും. 4/3. ആ 4/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ? 4/3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ബാക്കി നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ 2 ഇൻറ്റു 4ഉം 3 ഇൻറ്റു 3ഉം ചെയ്യുമ്പോൾ 8/9 കിട്ടും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ നീ. എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നോർമൽ ഫ്രാക്ഷനും മിക്സഡ് ഫ്രാക്ഷനുമാണ്. മിശ്ര ഭിന്നസംഖ്യ എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് നോക്കാം, പെട്ടെന്ന് തന്നെ നോക്കിയേക്കാം. 9/2 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതായത് നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് പോകാനായിട്ട് പറ്റും. 2/3 പറ്റുമോ? 2/3 പറ്റത്തില്ല. എന്ത് വരും? പോയിന്റ് വരും അല്ലെ. 2/3 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ചെറിയ നമ്പറിനെ വലിയ നമ്പർ വെച്ചാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോ? ചെറുതിനെ വലുത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? പോയിന്റ് വരും. പക്ഷേ 9/2 എന്ന് പറയുമ്പോൾ വലുതിനെ നമ്മൾ ചെറുത് വെച്ചാ ഡിവൈഡ് ചെയ്യുന്നത്. ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ അല്ലെ. വലുതിനെ ചെറുത് വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 9/2 എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. 9/2 എത്ര പ്രാവശ്യം പോകുന്നത്? 4 ടൈംസ്. 4 ഇൻറ്റു 2 8. റിമൈൻഡർ 1. റിമൈൻഡർ വരെ കൊണ്ട് നിർത്താം കേട്ടോ. റിമൈൻഡർ വരെ ഇതുപോലെ ഒരു പൊസിഷനിൽ വേണം ഡിവൈഡ് ചെയ്ത് വെക്കാൻ. ശ്രദ്ധിച്ച എല്ലാവരും. 9/2 ചെയ്യുമ്പോൾ 9നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു ഫോർമുല കൊണ്ട് നിർത്താം. 9/2. ഓക്കെ, ഇനി നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതാൻ പോവാണേ. ശ്രദ്ധിക്കാം എല്ലാവരും, വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. മിക്സഡ് ഫ്രാക്ഷൻ എഴുതാൻ പോവാണ്. മിക്സഡ് ഫ്രാക്ഷൻ
മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മെയിൻ നമ്പറും ഉണ്ടാവും ഒരു ഫ്രാക്ഷനും ഉണ്ടാവും. എന്താണ് പറയുന്നത്? ഒരു മെയിൻ നമ്പറും ഉണ്ടാവും ഒരു ഫ്രാക്ഷനും ഉണ്ടാവും. ശ്രദ്ധിച്ചേ, ഇതിനകത്ത് മെയിൻ നമ്പർ ആയിട്ട് വരാൻ പോകുന്ന ആള് മുകളിൽ കിടക്കുന്ന ഈ നമ്പർ ഏതാണ്? 4. 4 ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്പർ. അതാണ് മുകളിൽ കിടക്കുന്ന ആൾ. എന്താണ്? മുകളിൽ കിടക്കുന്ന 4 ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് വരേണ്ടത്. പിന്നെ താഴെ കിടക്കേണ്ട ആളും സൈഡിലുള്ള ആളും നമ്മൾ അങ്ങനെയാ പഠിച്ചേക്കണേ. മുകളില് താഴെ സൈഡിൽ. എന്താണ്? മുകളില് താഴെ സൈഡിൽ. കുറെ പേർക്കെങ്കിലും അത് ഓർമ്മയുണ്ടാവും. മുകളിൽ കിടക്കുന്ന നമ്പർ ആദ്യം കൊടുത്തു, പിന്നെ താഴെയും സൈഡിലുള്ള നമ്പേഴ്സ്, ദാറ്റ് ഈസ് 1/2. അതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതണം കേട്ടോ. സോ മുകളിലുള്ള നമ്പർ മെയിൻ ആയിട്ട് എഴുതി, പിന്നെ താഴെയുള്ള നമ്മൾ മുകളിൽ എഴുതി, സൈഡുള്ളത് താഴെ എഴുതി. 1/2 4.5. എത്ര കിട്ടിയ ആൻസർ? 4.5 എന്ന് കിട്ടി. മുകളിലുള്ള നമ്പർ, താഴെയുള്ള നമ്പർ, സൈഡിലുള്ള നമ്പർ. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചത്, അല്ലെങ്കിൽ ഓർഡർ തെറ്റിപ്പോ. മനസ്സിലായോ? 3 നമ്പർ കിട്ടുന്നൊക്കെ മനസ്സിലായി. പക്ഷെ എവിടെ എഴുതണം ഭഗവാനെ എന്നിങ്ങനെ ആലോചിച്ചിരിക്കും. ഓക്കെ, 3 നമ്പർ വരെ കിട്ടി. ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കരുത്. മുകളിലത്തെ എടുക്കാം, താഴത്തെ റിമൈൻഡർ എടുക്കാം, സൈഡിലുള്ള 2 എടുക്കാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. 4.5 കിട്ടിയോ? ഓക്കെ ആണോ? യെസ്, 4.5 ആണെന്ന് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടണം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ? കടക്കാം. ഓക്കെ, വിക്രം സിനിമയിൽ പറയുന്നില്ല ആരംഭിക്കലാമോ? തുടങ്ങാം. യെസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, എന്താണ് പറയുന്നതെന്ന്. ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ്സ് എ 1/2 kilogram. അപ്പോ വീട്ടിലെ അമ്മ മത്തങ്ങ എന്താ പറയാ, മത്തങ്ങ കറി ഉണ്ടാക്കാനായിട്ട്. മത്തങ്ങ ഇഷ്ടമാണ് സാറേ? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറിയാ മത്തങ്ങ, അല്ലേ? സാറിന് ഇഷ്ടമല്ലാന്ന്. ഇപ്പൊ നമ്മള് സാമ്പാറിലൊക്കെ ആണെങ്കിൽ മത്തങ്ങ അങ്ങനെ എടുത്ത് മാറ്റി വെക്കും. ഒട്ടും ഇഷ്ടമല്ല എനിക്ക്. ഓക്കെ, നോക്കിക്കേ, അതെ കുറെ പേർക്ക് ഇഷ്ടമല്ലാന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചേ, ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ്സ് എ 1/2 kilogram. അപ്പൊ ഒരു കഷ്ണം മത്തങ്ങ നമ്മളിങ്ങനെ മുറിച്ചെടുത്ത്, അത് ഈ ഒരു ഷേപ്പിലല്ലേ മത്തങ്ങ ഇരിക്കും. ഇത് പഴമായി പോയല്ലേ? സാരല്ല, ഇത് മത്തങ്ങ എന്ന് സങ്കല്പിക്കുക. ഇപ്പൊ മത്തങ്ങയല്ലേ? എനിക്കറിയാം. അല്ലെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 1/2 kilogram. അപ്പോൾ ഒരു പീസ് എടുത്തപ്പോൾ ഇതൊരു 1/2 കിലോ ഉണ്ട്. എത്രയുണ്ട് മക്കളെ? എത്രയുണ്ട്? 1/2 കിലോ. ഓക്കെ, 1/2 kilogram വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആണ് എന്നാണ് ചോദ്യം. നോക്കി, ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ്സ് എ 1/2 kilogram. അപ്പൊ ഈ ഒരു പീസ് 1/2 കിലോ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 pieces ടുഗെദർ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു 1/2 കിലോയുടെ പീസും കൂടി എടുത്താൽ ഇവരുടെ ഭാരം എത്രയാണ് എന്നാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? 1/2 + 1/2 എത്ര കിട്ടും? 1 കിലോ അല്ലേ? 2 പീസസ് എത്രയായിരിക്കും? അപ്പോൾ 2 pieces. അപ്പോൾ 2 pieces ആണെങ്കിൽ 2 കഷ്ണങ്ങൾ എടുത്താൽ എത്രയായിരിക്കണം? 1/2 + 1/2 എത്രയാണ് മക്കളെ? 1 കിലോ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 1/2 + 1/2 1 കിലോ ആണ് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എവിടെയാണ് കിടക്കുന്നത്? 2 pieces നമ്മൾ കണ്ടുപിടിച്ചു. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 4 such pieces? ഇത് കാര്യമായിട്ട് എന്തോ പച്ചക്കറി സാധനം മേടിക്കണം, സദ്യ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ 4 പീസ് ഒന്നിച്ച് വാങ്ങിക്കണം എന്ന് പറഞ്ഞു അല്ലേ? 4 പീസ് ഒന്നിച്ച് വാങ്ങിക്കാനാണ് അമ്മ പറഞ്ഞതെങ്കിൽ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? 4 pieces. 4 പീസസിന് എത്ര ഭാരമാകും എന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഒരു പീസിന് എത്രയായിരുന്നു ഭാരം? ഒരു കഷ്ണത്തിന് 1/2 ആയിരുന്നു അല്ലെ? 1/2 ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ 1/2 ഇവിടെ എത്ര പീസാണ് കണ്ടുപിടിക്കേണ്ടത്? 4 പീസ്. അപ്പൊ 1/2 × 4 ചെയ്താൽ മതി അല്ലെ? 1/2 × 4 ഇതെങ്ങനെ ചെയ്യാം? 1 × 4. 1നെയും 4നെയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം കേട്ടോ. 1 × 4 / 2 ദാറ്റ് ഈസ് 4/2. എത്ര കിലോ? ഇപ്പൊ 2.5 ചേർന്നപ്പോൾ 1 കിലോ. പിന്നെ വീണ്ടും ഒരു 2 അരയും കൂടി ചേർന്ന ദാറ്റ് ഈസ് 2 കിലോഗ്രാം ആയി. കിട്ടിയോ? 2 കിലോഗ്രാം മത്തങ്ങ പായസം ഉണ്ടാക്കാനെന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ 2 കിലോഗ്രാം. ഓക്കെ ആണോ? കിലോഗ്രാം 2 കിലോഗ്രാം. ക്ലിയർ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 6 കഷ്ണങ്ങളാണെങ്കിലും 6 കഷ്ണം നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ. 6 pieces. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ. എല്ലാവരും കിട്ടിയോ? 6 പീസ് മത്തങ്ങയ്ക്ക് എത്ര കിലോ ഭാരം വന്നു എന്ന് ആരാ സാറേ പറയുന്നേ? അതിഥി. യെസ്, പറഞ്ഞിടാം. എത്രയാണ്? 3 kg. യെസ്, എളുപ്പമായിട്ട് കണ്ടുപിടിക്കാല്ലേ? 1/2 × 6 ചെയ്താൽ മതി. അപ്പൊ 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിലോ. വെരി ഗുഡ് അതിഥി, വെരി ഗുഡ്, സൂപ്പർ. എത്രയാണ്? 3 കിലോഗ്രാം ആണ് നമുക്ക് 6 പീസസ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ഇനി കിട്ടാനില്ല അല്ലെ? ഇതിലും സിമ്പിൾ ക്വസ്റ്റ്യൻ കിട്ടാനില്ല. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ടേക്സ് 1/2 hour ടു വാക്ക്
ഇറ്റ് ടേക്സ് ഹാഫ് അവർ ടു വാക്ക് അറൌണ്ട് എ പ്ലേ ഗ്രൗണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, പ്ലേ ഗ്രൗണ്ട് നമ്മൾ കളിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചുറ്റും മൊത്തത്തിൽ ഇപ്പോൾ ഒരു സർക്കിൾ ഷേപ്പിലാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നടന്നെത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വേണം ഇത് മൊത്തം ചുറ്റി വരാനായിട്ട്. ഓക്കെ, എന്താണ് മൊത്തം ചുറ്റി വരാനായിട്ട് ഒരു അരമണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ നോക്കി, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു വാക്ക് 5 times അറൌണ്ട് അറ്റ് ദിസ് സ്പീഡ്. ഇതേ സെയിം സ്പീഡിലാണ് നമ്മൾ നടക്കുന്നത്, നമ്മളിങ്ങനെ പതുക്കെ 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 നടന്നു പോവാണ്. അങ്ങനെയാണെങ്കിൽ 5 പ്രാവശ്യം നടന്നെത്താൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് ചോദ്യം. അതായത് ഒരു പ്രാവശ്യം ഒറ്റ തവണ, 1 time ഒറ്റ തവണ നടക്കാനായിട്ട് എത്ര സമയം വേണമെന്ന് പറയുന്നത്? അരമണിക്കൂർ. ഒറ്റ തവണ വട്ടം കറക്കാനായിട്ട് അരമണിക്കൂർ വേണം, ഹാഫ് അവർ. അങ്ങനെയാണെങ്കിൽ 5 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദ്യം. ഇതേ വേഗത്തിൽ 5 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? ഓക്കെ, നോക്കാം. 5 times. ആരാണ് സാർ ഇതിന്റെ ആൻസർ പറയാൻ പോകുന്നത്? വിളിക്കുന്നതിന് മുന്നേ ആരാണ് എത്തിക്കുന്നത്? അതാരാണ് സാറേ? ആരാണ്? ആണോ? സാറിന്റെ പേര് തന്നെയാണല്ലോ. പറയും സാറിന്റെ അതേ സ്വഭാവം തോന്നണവന്. ആണോ? അങ്ങനെ. ഓ അങ്ങനെ. എവിടെ വിളിച്ചോവനെ? ആ, സൈറ്റ് അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ. അബീത്തിന. ഓക്കെ, എന്തൊരു സൈറ്റ് പിണങ്ങിയാ? നെറ്റ് ഇഷ്യൂ. അബീത്തി, ആ പറഞ്ഞോ, എത്രയാണ് 5 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണ്ടി വരും? അപ്പോ 5 into 1/2. വെരി ഗുഡ്, മിടുക്കൻ. 5 into 1 പ്രാവശ്യം നടക്കാനായിട്ട് 1 മണിക്കൂർ അല്ല അരമണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ 5 into അര ചെയ്താൽ മതി അല്ലേ? 5 into അര ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5/2. 5/2 എന്ന് മാത്രം എഴുതരുത്. ഇത് എന്താണ്, ഒരു എന്താ പറയുക, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം കേട്ടോ. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഒന്ന് കണ്ടുപിടിച്ച് 5ന്റെ പകുതി എത്രയായിരിക്കും? 5ന്റെ പകുതി നേരിട്ട് അറിയാമെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല കേട്ടോ, ഡിവൈഡ് ചെയ്ത് നോക്കണമെന്നില്ല. യെസ്, 5ന്റെ പകുതി കണ്ടുപിടിച്ചാൽ മതി. 2.5. വെരി ഗുഡ്. 2.5 hours. 2.5 മണിക്കൂർ വേണം അല്ലെ 5 പ്രാവശ്യം നടന്നെത്താനായിട്ട്? അപ്പോൾ കുറേ സമയം അങ്ങ് പോകും അല്ലേ? 2.5 മണിക്കൂർ വേണം 5 പ്രാവശ്യം നടന്നെത്താനായിട്ട്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. 8 പ്രാവശ്യം നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. 8 times നിങ്ങൾ പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചേ എല്ലാവരും. 8 പ്രാവശ്യം നടക്കാനായിട്ട് അപ്പം എത്ര സമയം വേണമെന്ന്? 8 പ്രാവശ്യം നടക്കാനായിട്ട് എത്ര സമയം വേണം? ഒരാളൊന്ന് വിളിക്കാം. വൈശാഖി. ആ, 1 കിലോമീറ്റർ അപ്പുറത്താണ് ഇരിക്കണത്. മൗസും കിട്ടണില്ല. അപ്പ ഹലോ. ആ, എക്കോക്കൊക്കെ റൂമിലിരുന്നിട്ട്. യെസ്, പറഞ്ഞോ. 8 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം കൂട്ടാ? 8 into 1/2. അതാണ്. അപ്പൊ എത്ര കിട്ടും ആൻസർ? 8 into 1/2 നമുക്ക് എങ്ങനെ മാറ്റാം? എടാ ഇതൊക്കെ പഴയ അടവല്ലേടാ. പോടാ. എങ്ങനെ ചെയ്യുന്നേ? 8 into 1 എന്ന് പറയുമ്പോൾ 8 ആണ്. 8/2 എങ്ങനെ ചെയ്യുന്നേ? 8 into 1/2. 8നെയും 1നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 8 into 1 എത്രയാ? 8 into 1 8. അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തേ. 8ന്റെ പകുതി എത്രയാണ് കൂട്ടാ? 4. അത്രേ ഉള്ളൂ സംഭവം. 4 മണിക്കൂർ കൃത്യമായിട്ട് എഴുതിയെടുത്തേ. ഇപ്പൊ ക്ലാസ് കയറുള്ളൂ. എന്നിട്ട് ഞാൻ നിന്നെ അരമണിക്കൂറായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പോടാ. 4 മണിക്കൂർ. ഓക്കെ, യെസ്. ഓക്കെ ആണോ? 8 into 1/2. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് 8നെ 1 ആക്കി മാറ്റാം. 8/1. 8നെയും ഫ്രാക്ഷൻ ആക്കിയാൽ മതി. 8നെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്താവും? 8/1 ആണല്ലോ. യെസ്, അപ്പോൾ 8/1 into 1/2. അപ്പോൾ 8നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ 8/2. ഓക്കെ, തീരെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, ക്ലിയർ? യെസ്, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ അല്ലേ? യെസ്. കുറച്ച് നേരം ഒന്ന് എല്ലാവരും ഒന്ന് എണീച്ചേ. ഓൾ സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ഒന്ന് എണീച്ചേ. എണീക്കാൻ പറയുമ്പോൾ ഒരാളത്ത് ഇങ്ങനെ ഇരിക്കണേ. ആ, എണീച്ചോ. ആ, എല്ലാവരും എണീച്ചോട്ടോ.
ഒരു 10 സിറ്റപ്പ് എടുത്തേ, 10 സിറ്റപ്പ് എടുത്തേ എല്ലാവരും, എല്ലാവരും 10 സിറ്റപ്പ് എടുത്തേ. ആ എണ്ണിക്കൊണ്ട് എടുക്കട്ടാ. അഫ്രിനെ അഫ്രിന അല്ലെങ്കിൽ ഒരു മടിയാണ് കേട്ടോ എല്ലാത്തിനും. അഫ്രിനെ എടുത്തെടുത്തേ 10 സിറ്റപ്പ് എടുത്തേ. സിറ്റപ്പ് എടുക്കാൻ അറിയില്ലേ? അറിയില്ല, സിറ്റപ്പ് എടുക്കാൻ അറിയില്ലേ? അറിയില്ലെങ്കിൽ പറ, ഞാൻ കാണിച്ചു തരാം. അറിയാം, കാണിച്ചേ. അറിയാൻ പാടില്ല സാറേ. ആ ഇരുന്നോ? ആ 1 അതേ പോണ്. വേഗാവട്ടെ, ഇന്നേക്കാണ് ഇത് എന്ത് തീരാനാണ്. വേഗാവട്ടെ. ആ അത് തന്നെ. ആ ഗ്യാപ്പിൽ കുറച്ച് ഇരിക്കുന്നുണ്ടോ? ധീരജേ, ധീരജേ ഇരിക്കാൻ പറഞ്ഞാടാ, ഞാൻ നിക്കണവൻ. ആ ആ ആ അറിയാൻ പാടില്ല സാറേ, അതാണ്. കൃഷ്ണദാസേ ആ ആ ആ കട്ടിൽ ബസ് വെച്ചിരിക്കണവൻ. ഓക്കെ, ഇരുന്നോ ഇരുന്നോ ഇരുന്നോ, എല്ലാവരും ഇരുന്നോ കേട്ടോ. മതി മതി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ ആണല്ലോ? യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നോക്കിക്കേ. ആ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. A rope 20 meter is cut into 8 equal pieces. നോക്കിക്കേ മക്കളെ, നമ്മുടെ ഒരു കയറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇതാണ് നമ്മുടെ കയറ്. ഇതൊരു കുഴലായി പോയി, എന്നാലും സാറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കയറ്. അഴ കെട്ടാൻ നമ്മൾ കയറെടുത്തു, പക്ഷേ അയാന്ന് തെറ്റിപ്പോയല്ലോ. അഴ കെട്ടാനായിട്ട് ഇത് തികഞ്ഞില്ല. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ ഒന്നതിനെ കഷ്ണങ്ങളാക്കി നോക്കി. 1 2 3 4 5 6 7 ഈക്വൽ ആയില്ല, എന്നാൽ പോലും എന്താണ് 8 പീസ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ എ റോപ്പ് 20 മീറ്റർ 20 മീറ്റർ നീളമുള്ള ഈ ഒരു കയറിനെ 8 തുല്യ കഷ്ണങ്ങളാക്കി മാറ്റിയാൽ എത്രയായിരിക്കും ഓരോ കഷ്ണത്തിന്റെയും നീളം? അത് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി. ഹൗ മച്ച് ഓഫ് ദ റോപ്പ് റിമൈൻസ് ഇഫ് 5 പീസസ് ആർ യൂസ്ഡ്? 5 കഷ്ണം അതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കഷ്ണം ബാക്കി വരും, അല്ലെങ്കിൽ എത്ര മീറ്റർ ബാക്കി വരും എന്നുള്ളതാണ് ചോദ്യം. അടുത്ത ലാസ്റ്റത്തെ കൂടെ നോക്കി. എക്സ്പ്രസ് യുവർ ആൻസർ ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ഇൻ മീറ്റർ. അപ്പൊ നമ്മൾ എന്തിലാണ്, മീറ്ററിലും കൊടുക്കണം, ഫ്രാക്ഷൻ ആയിട്ടും കാണിക്കണം. നോക്കാം നമുക്ക്. ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് നമ്മുടെ കയറിന്റെ മൊത്തത്തിലുള്ള നീളം എത്രയായിരുന്നു? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. ചോദ്യം ശ്രദ്ധിച്ചാൽ നോക്കട്ടെ. യെസ്, 20 മീറ്റർ. 20 മീറ്റർ ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പീസസ് എത്ര പീസായിട്ടാണ് മാറ്റിയിരിക്കുന്നത്? 8 പീസസ് ആണ്. അപ്പോൾ കഷ്ണങ്ങളുടെ എണ്ണം നമ്പർ ഓഫ് പീസസ് ഈസ് ഈക്വൽ ടു 8 കഷ്ണമൊക്കെ മാറ്റി. Therefore each piece ഓരോ കഷ്ണത്തിന്റെയും നീളം ആരാ പറയുന്നത് സാറേ? അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? ആരാണ്? മിഥുൻ. ആ മിഥുനെ അൺമ്യൂട്ട് ചെയ്തോ. ആ പറഞ്ഞോ. ഓരോ കഷ്ണത്തിന്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? 20 നാക്കൊക്കെ നീട്ടി കാണിക്കണ്ടല്ലോ. ഇൻറ്റു ആണോ? നമ്മൾ എന്താ മക്കളെ ഭാഗിക്കല്ലേ ചെയ്തേ? ഓരോന്നിനെയും കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ നോക്കിക്കേ, എ റോപ്പ് 20 മീറ്റർ ഈസ് കട്ട് ഇൻടു 8 ഈക്വൽ പീസസ്. നമ്മൾ എന്താണ് ഡിവൈഡ് ചെയ്യുകയല്ലേ ചെയ്തത്? ഓരോന്നിനെയും കഷ്ണിച്ചു, നമ്മളിങ്ങനെ മുറിച്ചെടുത്തു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത് മക്കളെ? ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. തെറ്റിക്കല്ലേ? കറക്റ്റ് ആയിട്ടൊന്ന് ചെയ്തേ. 20/8 20/8 എല്ലാവരും ഒന്ന് ചെയ്തേ. 20/8 കറക്റ്റ് ആയിട്ട് ചെയ്തേ. 20/8 ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. നമുക്ക് ഇനി ഇതിനെ ചെറുതാക്കണം കേട്ടോ. 20നെയും 8നെയും ചെറുതാക്കാം. 28 ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 10/4 എന്ന് കിട്ടുമോ? നേരെ പകുതിയാക്കുമ്പോൾ 10/4 കിട്ടും. ഒന്നുകൂടി പകുതിയാക്കാലോ. 5/2 കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 5/2 കിട്ടിയെങ്കിൽ യെസ് 5/2 എന്ന് കിട്ടും. അപ്പോൾ 5/2 ആണ് നമുക്ക് ഓരോ പീസിന്റെയും നീളം. എന്താണ്? ഓരോ പീസിന്റെയും നീളം കണ്ടുപിടിക്കേണ്ടത് അതാണോ? അതല്ല കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിച്ചേ. ഇഫ് how much of the rope remains if 5 pieces are used? അപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളം 5/2 ആണെങ്കിൽ 5 കഷ്ണങ്ങളുടെ നീളം എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഒരു മിഠായിക്ക് 5 രൂപ, അങ്ങനെയാണെങ്കിൽ 5 മിഠായിക്ക് ആരാ പറയുന്നേ? ഒരു മിഠായിക്ക് 5 രൂപ, അങ്ങനെയാണെങ്കിൽ 5 മിഠായിക്ക് ആരാ? ടിയോൺ. ആ ഒരു മിഠായിയുടെ കണക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലത്. പറഞ്ഞോ, എന്നാ ഇത് പറഞ്ഞോ. 5 പ്ലസ് ആണോ?
അതാണ് ഞാൻ മിഠായിയുടെ കണക്ക് പറഞ്ഞത്. ഒരു മിഠായിക്ക് 5 രൂപ. അങ്ങനെ 5 മിഠായിക്ക് 5/2 × 5. അത് ഇവിടെ. ഓ, മിഠായി വേണ്ടട്ടോ ഉച്ചിന്. മിഠായി ഇഷ്ടമല്ലേ നിനക്ക്? മിഠായി ഇഷ്ടമാണ്, എന്നാലും മിഠായിയുടെ കാര്യം പറയൂല. യെസ്, മിഠായിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് കിടക്കുന്നുള്ളൂ. എത്രയാണ്? 25 അല്ലേ? ഒരു മിഠായിക്ക് 5 രൂപയാണെങ്കിൽ 5 മിഠായിക്ക് 25 രൂപയാണ് അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെയാ വരിക? ഒരു പീസിന് 5/2 ആണെങ്കിൽ 5 പീസിന്റെ നീളം എത്രയായിരിക്കും? ഒരെണ്ണത്തിന് 5/2 മീറ്റർ ആണെങ്കിൽ 5 പീസിന് 5/2 × 5 അല്ലേ? മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാവരും നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ. 5/2 × 5/1 ഇട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമുണ്ട്. ഓക്കെ, 5 × 5 2 × 1. പെട്ടെന്ന് ചെയ്തിട്ടൊന്ന് ആൻസർ പറഞ്ഞ എല്ലാവരും. യെസ്, 25/2 എന്ന് കിട്ടിയോ? 25/2 എന്ന് കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. യെസ്, 25/2 കിട്ടി. ഓക്കെ, ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ 25/2 എന്തിലേക്ക് മാറ്റാം? ഡിവൈഡ് ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ. ആൻസറും കൂടി ഒന്ന് കണ്ടുപിടിച്ചേ. ഇത് ഫ്രാക്ഷൻ ഫോം ആണ്, അതിനെ നോർമൽ നമ്പർ ഫോമിലേക്ക് കൂടി ഒന്ന് മാറ്റി. 25/2 ഡിവൈഡ് ചെയ്തൊന്ന് കണ്ടുപിടിച്ചേ. 25നെ പകുതിയാക്കിയാൽ എത്ര കിട്ടുന്നു നോക്കി. 25/2 ഒന്ന് നോക്കിക്കേ. യെസ്, ഒരാളൊന്ന് പെട്ടെന്ന് വിളിച്ചോളൂ സാറേ. അതിൽ കൃഷ്ണ എത്ര കിട്ടി? എടാ പെട്ടെന്നാവട്ടെ, വേഗാവട്ടെ വേഗാവട്ടെ. വേറെ പരിപാടികൾക്ക് പോകല്ലേ? ആ ഓക്കെ, അടുത്ത ആള് സാറേ. അഭിറാമേ പറഞ്ഞേ. 12 1/2 12 1/2 അല്ലെ? ആ നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ ഫോമിലാണ് മാറ്റിയേക്കുന്നത്. ഓക്കെ, 1/2 നമുക്ക് എന്താക്കാം? 0.5 എന്നാക്കി കൂടെ? നമ്പർ ഫോമിലേക്ക് മാറ്റണം. ഇതിപ്പോ മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ മോനെ? കറക്റ്റ് ആണ്, സംഭവം കറക്റ്റ് ആണ്. ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ തന്നെയല്ലേ? നമുക്ക് നമ്പറിലേക്ക് മാറ്റാം. അപ്പൊ എന്താവും? 12.5 ആകും കേട്ടോ. മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ല, മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് അതെല്ലാം വേണ്ട, നമുക്ക് നമ്പറിലേക്ക് മാറ്റണം. അപ്പൊ 5 പീസ് 12.5 അതൊന്ന് കുറച്ചാൽ മതി. ഓക്കെ, അതൊന്ന് 12.5 എന്ന് എഴുതിയാൽ മതി. തെറ്റൊന്നുമില്ല കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ഓക്കെടാ. യെസ്, അപ്പൊ 5 പീസ് 12.5 യൂസ് ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ മക്കളെ. ക്വസ്റ്റ്യനിൽ 5 പീസ് ഉപയോഗിച്ചെങ്കിൽ ബാക്കി എത്രയുണ്ടെന്നാ ചോദ്യം അല്ലെ? ഈ പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ. അതിനകത്ത് 1 2 3 4 5 ഇത്രയും പീസ് ഞാൻ എടുത്തു. ഇത്രയും പീസ് ഞാൻ യൂസ് ചെയ്തെങ്കിൽ ബാക്കിയുള്ള എത്ര നീളമാണ് ഇനി ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഹൗ മച്ച് ഓഫ് ദ റോപ്പ് റിമൈൻസ് ഇഫ് 5 പീസസ് ആർ യൂസ്ഡ്? ഈ 5 കഷ്ണവും ഞാൻ എടുത്ത് യൂസ് ചെയ്തെങ്കിൽ ഇനി ബാക്കി എത്രത്തോളം അവശേഷിക്കുന്നുണ്ട് അല്ലെ? എത്ര ഭാഗം അവശേഷിക്കുന്നു എന്നാണ് ചോദ്യം. എത്ര ഭാഗം അവശേഷിക്കുന്നുണ്ട് ഇവിടെ? എത്ര ഭാഗം അവശേഷിക്കുന്നുണ്ട്? 1 2 3 അല്ലെ? 3 ഭാഗം അല്ലേ? അതായത് 20 മീറ്റർ ഉണ്ടായിരുന്നതിൽ ഇനി എത്ര ഭാഗമുണ്ട്? 3 ഭാഗമേ ബാക്കി വരുന്നുള്ളൂ അല്ലെ? നമുക്ക് അതൊന്ന് കുറച്ച് നോക്കാം. മൊത്തം 20 വരുന്നില്ലേ? യെസ്, നമുക്ക് ആദ്യം അതിനെ എന്തിൽ മാറ്റാം? എക്സ്പ്രസ് യുവർ ആൻസർ ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സിലും കാണിക്കണം, ഫ്രാക്ഷൻ ആയിട്ടും കാണിക്കണം ആണല്ലോ. നമുക്ക് ആദ്യം ഇതിനെ മീറ്റർ ആയിട്ട് കാണിക്കാം. മൊത്തം ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ടോട്ടൽ എത്രയാ? 20 മീറ്റർ അല്ലേ? 20 മീറ്റർ യൂസ് ചെയ്തത് എത്രയാ? 12.5. അത് എഴുതിക്കേ. 12.5 മീറ്റർ യൂസ് ചെയ്തു. therefore remaining ബാക്കി വരുന്നത്, മലയാളം മീഡിയംകാർ എഴുതാം, ബാക്കി വരുന്നത് ഇത് മൊത്തം ആകെ 20 മീറ്റർ, ഉപയോഗിച്ചത് 12.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര വന്നു? ആരാ പറയുന്നേ? വൈക. യെസ്, വൈക കുട്ടി ഒന്ന് പറഞ്ഞേടാ, ബാക്കി എത്ര വന്നു? അതെങ്ങനെ കണ്ടുപിടിക്കാം? വൈക അൺമ്യൂട്ട് ചെയ്തേടാ. ഹലോ, എങ്ങനെ കണ്ടുപിടിക്കും? ഹലോ, കേക്കാം. ഹലോ, പറഞ്ഞോ. എന്താ ഞാനിപ്പോ ചോദിച്ചേ? എന്താണ് മിസ് ചെയ്തത്? അത് തന്നെ. എങ്ങനെ കണ്ടുപിടിക്കും? ബാക്കി മൈനസ് ചെയ്യണം. എന്തിന്ന് എന്ത് മൈനസ് ചെയ്യണം? 20 മീറ്ററിന് 12.5. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, 20ൽ നിന്നും 12.5 മൈനസ് ചെയ്യണം. ഒന്ന് മൈനസ് ചെയ്ത് നോക്കി. ഡെസിമൽ മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാലും നമ്മളിപ്പോൾ വീണ്ടും ആദ്യമേ പഠിക്കുന്നുണ്ട്. 12ൽ നിന്നും 20 എടുത്തിട്ട് 2 0 കൊടുക്കുക കേട്ടോ. എന്നിട്ട് 12.5 കൊടുക്കുക കേട്ടോ.
ഇങ്ങനെ മൈനസ് ചെയ്യേ, ഇങ്ങനെ മൈനസ് ചെയ്ത് തെറ്റും. 20 ഇട്ടിട്ട് 2 0 കൂടെ, എന്നിട്ട് 12.5 ചെയ്യാം. കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. എല്ലാവരും കണ്ടുപിടിച്ചിട്ടൊന്ന് പറഞ്ഞേ. കിട്ടിയോ എല്ലാവർക്കും? യെസ്, വിളിച്ചോളൂ സാർ, വിളിച്ചോളൂ. ആരാണ്? ആരത്. യെസ്, ആരത് എന്ന് പറഞ്ഞ എത്ര കിട്ടി? ഹലോ, ആ പറഞ്ഞോ. ആ, എത്ര കിട്ടി? എന്താ ചെയ്യാത്തേ? വേഗാവട്ടെ. എന്താണ് ഇനി മുഹൂർത്തം നോക്കണോ? വേഗാവട്ടെ. യെസ്, 7.5 ആണോ ആൻസർ കിട്ടിയ എല്ലാവർക്കും? ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ആൻസർ കിട്ടി കഴിഞ്ഞവര് 7.5 കിട്ടിയെങ്കിൽ. ഓക്കെ, കിട്ടാതിരുന്നവർ നോക്കി. 0 0 മൈനസ് 0 0 തന്നെ വരും. പിന്നീട് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ കട കൊടുക്കാൻ നോക്കുമ്പോൾ ഇവിടെയും 0 ഇവിടെയും 0. അപ്പൊ എന്ത് ചെയ്യുന്ന 2 ന്ന് കട കൊടുത്ത് ഇവിടെ 10 ആക്കുന്നു. പിന്നീട് 10 ന്ന് കട കൊടുത്ത് ഇവിടെ വീണ്ടും 10 ആക്കുന്നു. 10 വെട്ടിക്കളഞ്ഞ് 9 ആയി മാറും അല്ലെ, ഇവിടെ 1 ആയി മാറും. 10 ന്ന് 5 കുറച്ചാ 5 ആണ്. 9 ന്ന് 2 കുറച്ചാ 7 ആണ്. അപ്പൊ 7.5 കിട്ടിയില്ലേ? ക്ലിയർ ആണോ? മനസ്സിലാവാത്ത ഈ സബ്ട്രാക്ഷൻ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. 7.5 മീറ്റർ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? യെസ്, ഇതാണ് നമുക്ക് മീറ്ററിൽ കിട്ടിയത്. ഇനി നമുക്ക് ഫ്രാക്ഷൻ ആയിട്ടും കൂടി ഒന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഞാനൊന്ന് മായ്ക്കുന്നുണ്ട്. ഫ്രാക്ഷനും കൂടി നമുക്ക് കണ്ടുപിടിക്കണം. ഇത് നമ്മൾ എന്താ നോർമൽ. ഇവിടെ നോക്കി, എക്സ്പ്രസ് യുവർ ആൻസർ ആസ് എ ഫ്രാക്ഷൻ ആൻഡ് ഇൻ മീറ്റേഴ്സ്. മീറ്റേഴ്സ് നമ്മൾ ഇതേ കണ്ടുപിടിച്ചു. ഇനി ഫ്രാക്ഷൻ ആയിട്ടും കൂടി കണ്ടുപിടിക്കണം. ഫ്രാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഫ്രാക്ഷൻ നമുക്ക് നേരത്തെ ഉപയോഗിച്ച ഫ്രാക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെ, യൂസ്ഡ് ഫ്രാക്ഷൻ. അത് നമുക്കൊന്ന് എഴുതാം. ടോട്ടൽ 20 മീറ്റർ യൂസ്ഡ്. എത്രയാണ് യൂസ്ഡിന്റെ ഫ്രാക്ഷൻ വരുന്നത്? താഴത്തേക്ക് നോക്കി, 25/2. കണ്ടായിരുന്നോ? 25/2. യെസ്, 25/2. അപ്പൊ റിമൈനിങ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റിമൈനിങ് ഈ 20ൽ നിന്ന് 25/2 കുറയ്ക്കണം. 20 മൈനസ് 25/2. 20 മൈനസ് 25/2. ഈ 20 നോർമൽ നമ്പർ ആണ്. അതിന് എന്ത് ചെയ്യാം? നമുക്കൊരു 1 ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമായി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേ. 20 into 2 20 into 2 minus 25 into 1 25 into 1 divided by 1 into 2, that is 2. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എഴുതി പോവാട്ടോ. എൻ്റെ കൂടെ തന്നെ എഴുതി പോവാം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണോ അല്ലെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 20നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൈനസ് 25നെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ചെയ്തേ. 20 into 2 എത്രയാ? ഒന്ന് കൈകൊണ്ട് കാണിച്ച്. 20 into 2 20 into 2 40 ആണല്ലേ? യെസ്, 40 മൈനസ് 25/2. 40 മൈനസ് 25/2 is equal to 40 മൈനസ് 25 എത്ര കിട്ടി? 40 മൈനസ് 25. അതാരാണ് സാറേ ചേച്ചിയുടെ ബാക്കിൽ നിന്ന് ടാറ്റ ഇരുന്നത്? ലാസ്റ്റ് റോയിൽ 3ാമത് ഓടി. പേര് പറഞ്ഞപ്പോ തന്നെ വിട്ടുകളഞ്ഞ്. ദേവനന്ദാ, ആൻസർ കിട്ടിയോ? എവിടെ ആ ധൈര്യശാലി എവിടെ? പേര് വിളിച്ചപ്പോഴേക്കും ഓടി ഓടി അവൻ അപ്പുറത്തെ പറമ്പിലെത്തി എന്നാണ് പറയുന്നത്. ഓക്കെ, എത്ര കിട്ടി? എടാ ഇങ്ങോട്ട് വരാൻ. ആ യെസ്, പറഞ്ഞേ. 40 മൈനസ് 25 എത്ര കിട്ടി? എടാ കുട്ടാ, ഹായ്. സ്റ്റക്കായി പോയി. അവൻ വന്നപ്പോഴേക്ക് സ്റ്റക്കായി. ഓക്കെ, അടുത്തൊരാളെ വിളിക്കാം. വേഗം ആയിക്കോട്ടെ. ആ വേണം, അടുത്തൊരാളെ വിളിക്കാം. എൽഹാൻ. എൽഹാൻ എത്ര കിട്ടി? 40 മൈനസ് 25. ഹലോ, ആ പറഞ്ഞോ. എടാ 40 ന്ന് 25 കുറച്ചാ നീ. കുറച്ചപ്പോ എത്ര കിട്ടി? സാർ ഒന്ന് തല നീക്കി വെക്കാം. ആ 15 കിട്ടി. 15/2. എന്താണ് പിന്നെ ഒരു സ്ലോ അവിടെ എഴുതാനായിട്ട് ചെയ്യാനായിട്ട്? അവന്റെ സെക്കായി.
15/2 കറക്റ്റ് ആയിട്ട് എഴുതിക്കേ. സാർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടാ. 15/2 നിന്നെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നീ പെട്ട് ഓക്കെ. 15/2 ഓക്കെ ആണല്ലോ. 15/2 ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് 7.5 കിട്ടുന്നത് കേട്ടോ. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ ആണല്ലോ. ഒന്ന് ടാറ്റ തന്നേ. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് ഓൾറെഡി 8 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പീസ് കണ്ടുപിടിക്കാൻ 20നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തു. 20നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഒരു പീസ് കിട്ടി. ആ ഒരു പീസ് കിട്ടിയതിന് ശേഷം 5 പീസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പോയി. ഒരു പീസിന്റെ എത്രയാണ്? 5/2. 5/2 ആണ് ഒരു പീസെങ്കിൽ 5 പീസിനെ കണ്ടുപിടിക്കാൻ ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. തെറ്റിക്കല്ലേ, ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടിയിരുന്നത്. ഇൻറ്റു 5 ചെയ്തു. അതിനുശേഷം ഇൻറ്റു 5 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എന്ത് ആൻസർ കിട്ടി? 25/2 എന്ന് പറയുന്ന ആൻസർ കിട്ടി. അതായത് 5 പീസിന് 25/2. 25/2 എന്നുള്ളതാണ് ഫ്രാക്ഷൻ ഫോം. അതിന് നമ്മൾ 12.5 എന്ന് പറയുന്ന നോർമൽ മീറ്റേഴ്സിലേക്കും കൺവേർട്ട് ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ 20 ആണ് യൂസ് ചെയ്ത് 12.5 ആണെങ്കിൽ ബാക്കിയുള്ളവ കണ്ടുപിടിക്കാൻ റിമൈനിങ് ശേഷിക്കുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മൊത്തം 20ൽ നിന്ന് 12.5 കുറയ്ക്കുന്നു. അപ്പൊ എത്ര കിട്ടും? 7.5 എന്ന് കിട്ടിയല്ലോ. ഇനി ഇതേ പരിപാടി തന്നെ നമ്മൾ ഫ്രാക്ഷനിലും ചെയ്യും. ഫ്രാക്ഷനിൽ ചെയ്യുമ്പോൾ ടോട്ടൽ 20 ആണ് യൂസ്ഡ്. ഫ്രാക്ഷൻ എത്രയാണ് യൂസ്ഡ്? 25/2. എത്രയാണ് മക്കളെ? 25/2. അപ്പൊ 20ൽ നിന്നും 25/2 മൈനസ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആൻസർ 15/2 എന്ന് കിട്ടും. ആൻസർ ഇതാണ് കേട്ടോ. ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതാണ് ആൻസർ 15/2. ഓക്കെ ആണ്. ഇച്ചിരി വലിപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയാ, ബുദ്ധിപൂർവ്വം ചെയ്യണം. ഓക്കെ, എത്ര പേർക്ക് ബുദ്ധി ഉണ്ടോ നോക്കണം അല്ലേ സാറേ? എന്താണ് 15/2? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ആണ് ബ്രേക്ക്. വേഗം പോയിട്ട് വരണം. ഓക്കെ, യെസ്, വിട്ടോളൂ. എല്ലാവരും തിരിച്ചു വരൂ. വേഗം എത്തൂ. വേഗം ആയിക്കോട്ടെ. അതാണ് സാറേ ഒഴിഞ്ഞു ചേർ ഒരാളുടെ. ആരത്? വേഗം വന്നിരുന്നേ. വേഗം ആവട്ടെ. ഓക്കെ, യെസ്, നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം. റെഡി ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ, യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേ, സോൾവ് ദ ഫോളോയിങ് പ്രോബ്ലം. എന്താണ് പ്രശ്നം എന്ന് നോക്കിയേ. എ സ്കൂൾ ബോട്ട് 12.5 kg ഓഫ് റൈസ് ഫോർ എ മീൽ പ്രോഗ്രാം. എന്താണ്? കുറച്ചേരം വീഡിയോ ഓഫ് ആണ്. പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കി. മക്കൾ 5 മിനിറ്റ് ആണ് നമുക്ക് ടൈം വരുന്നത് കേട്ടോ. റിവിഷൻ ടൈം ആയതുകൊണ്ട് 5 മിനിറ്റ് ഉള്ളൂ. വേഗം തിരിച്ചു വരാതെ കഴിഞ്ഞിട്ട് വേഗം ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഉച്ചഭക്ഷണ പരിപാടി. അതിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിന് 12.5 കിലോഗ്രാം അരി ഉണ്ട്. എത്രയാണ്? 12.5 കിലോഗ്രാം അരി അവരുടെ കയ്യിൽ മൊത്തത്തിലുണ്ട്. ഇഫ് ഈച്ച് സ്റ്റുഡന്റ് റിസീവ്സ് 1/5 kg ഓഫ് റൈസ്, അതായത് ഓരോരുത്തർക്കും 1/5 കിലോഗ്രാം അരിയാണ് ലഭിക്കുന്നത് എങ്കിൽ എത്ര പേർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ചോദ്യം. എന്താണ് പറയുന്നത്? ഓരോരുത്തർക്കും മൊത്തത്തിൽ എത്ര അരിയുണ്ട്? ടോട്ടൽ എത്രയാണുള്ളത്? എഴുതിക്കേ. ടോട്ടൽ എത്രയാണ്? മൊത്തത്തിൽ 12.5 kg, 12.5 കിലോഗ്രാം. എഴുതിക്കേ എല്ലാവരും എഴുതിക്കേ. 12.5 കിലോഗ്രാം ആണ് നമ്മുടെ മൊത്തത്തിലുള്ളത്. ഓരോരുത്തരും കൊടുക്കുന്നത് ഈച്ച് സ്റ്റുഡന്റ് റിസീവ്സ്, ഈച്ച് ഗോട്ട് എത്രയാണ്? ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാണ്? 1/5 kg. ഓരോരുത്തർക്കും കിട്ടുന്നത് 1/5 kg ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? നമ്പർ ഓഫ് സ്റ്റുഡൻസ് റിസീവ്ഡ്. എത്ര കുട്ടികൾക്ക് ഇത് ലഭിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 12.5നെ 1/5 വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്താണ് ചെയ്യുന്നത്? 12.5നെ 1/5 വെച്ചിട്ട് ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. കാരണം നോക്കിക്കേ, 12.5 ഓരോരുത്തർക്കും കിട്ടുന്ന 1/5. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഡിവിഷൻ ആണ് നടത്തേണ്ടത് കേട്ടോ. ഇതുപോലെ ഡിവിഷൻ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഹരണമാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ മക്കളെ, 12.5 എന്ന് പറയുമ്പോൾ 12.5/1 എന്ന് എഴുതാം കേട്ടോ. എന്താണ് 12.5നെ 12.5 ഡിവൈഡ് ബൈ 1 എന്ന് ഫ്രാക്ഷൻ ആക്കി എഴുതാം. വീണ്ടും അടുത്ത ഫ്രാക്ഷൻ 1/5. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? 12.5നെ 1/5 വെച്ച് ഡിവൈഡ് ചെയ്തു. ഫ്രാക്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നാ നമ്മൾ കുറച്ചു മുന്നേ ഫസ്റ്റ് പറഞ്ഞത്. ആരാ പറയുന്നത് സാറേ? സാരംഗ് ഡാൻസ് സ്കൂളിന്റെ ഒക്കെ പേര് പോലെ. യെസ്, സാരംഗേ പറഞ്ഞോ. ഹലോ, എന്തോ ചെരിവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ. ചെരിവൊക്കെ തട്ടി വെച്ചേക്കണം, അപ്പൊ മാറ്റി. അത് തന്നെ പറഞ്ഞേ. 2 ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാ ഡിവൈഡ് ചെയ്യാം? 2 ഫ്രാക്ഷൻസ് തമ്മിൽ 2 ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞേ. റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു. യെസ്, 12.5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു റെസിപ്രോക്കൽ എന്ന് പറഞ്ഞപ്പോ 1/5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞേ.
5/1. 5/1 യെസ് മിടുക്കൻ സംഭവൻ പറയുന്നുണ്ട്. ഓക്കെ വെരി ഗുഡ് എഴുതിക്കോളൂ. 12.5 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 1/5 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എത്രയാ മക്കളെ? 1/5 മാറ്റിയിട്ട് 5/1 നോക്കിക്കേ. 1/5 എന്തായി മാറും? 5/1 ആയി മാറണം കേട്ടോ. തെറ്റിക്കല്ലേ കേട്ടോ. 1/5 5/1 ആയിട്ട് മാറും. തെറ്റിക്കല്ലേ? ഓക്കെ ഇനി എന്ത് ചെയ്താൽ മതി? 12.5 ഇൻറ്റു 5 ചെയ്തേ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 12.5 ഇൻറ്റു 5 12.5 ഇൻറ്റു 5. ടുഡേ എക്സാം ഉണ്ട് സാറേ. ആരാണ് എക്സാം ഉണ്ടോന്ന് ചോദിച്ചത്? തേജസ് എക്സാം ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് അല്ലേ സാറേ? യെസ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ എക്സാം 12.5 ഇൻറ്റു 5 എത്ര കിട്ടിയെന്ന് ആൻസർ ഒന്ന് പറയണോ? ആരാ പറയാൻ പോകുന്നേ? ആൻലിയ ഒന്ന് പറഞ്ഞ എത്ര കിട്ടി? 62.5. യെസ് വെരി ഗുഡ് മിടുക്കി. 62.5 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ ചെയ്യുന്നതിൽ. മക്കളെ നോക്കി പോയിന്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ലാത്തവരും ശ്രദ്ധിച്ചേ. 125 ഇൻറ്റു 5 ആദ്യം ചെയ്യാം. ആദ്യം ഈ പോയിന്റിനെ മാറ്റി നിർത്താം കേട്ടോ. പോയിന്റിനെ ആദ്യം നമ്മളൊന്ന് സ്കിപ്പ് ചെയ്യാം. 125 ഇൻറ്റു 5 ചെയ്യാം. അപ്പോൾ 625 എന്ന് വരും. എന്നിട്ട് ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇട്ടാൽ മതി. നമ്മൾ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം ഇത്രയും അറിഞ്ഞു വയ്ക്കാം. 62.5 ഇവിടെയാണ് ചെറിയൊരു പ്രശ്നം വരുന്നത്. നമുക്ക് എത്ര കുട്ടികളുണ്ടെന്നാണ് അറിയേണ്ടത് അല്ലേ? എത്ര കുട്ടികൾക്ക് ഇത് സെർവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ചോദ്യം. 62 എന്ന് പറഞ്ഞൊരു എണ്ണം വരുമോ? ഇല്ല. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പൊ എത്രയായിരിക്കണം? ആ അരയെ മാറ്റി നിർത്താം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പൊ എത്രയായിരിക്കും? ആരാ പറയുന്നേ? ഏബൽ പറഞ്ഞേ. അപ്പൊ എത്ര കുട്ടികൾക്ക് കൊടുക്കാം? അരയെ എടുത്ത് മാറ്റുക. കറക്റ്റ് ആയിട്ട് വെച്ചേ. ക്യാമറ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേടാ കൂട്ടാ. ഫോണിന്റെ ഉള്ളിൽ കീറിയിരിക്കുന്നോ? 2 കണ്ണു മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഹലോ ആ പറഞ്ഞോ. 62 കുട്ടികൾ എന്ന് പറയാൻ പറ്റുമോ? നേരക്കിരുന്നേ. എന്റെ ഉള്ളിൽ കയറിയിരിക്കല്ലേ. ആ അതായിരിക്കണം പൊസിഷൻ. ആ പറ. പിന്നെ എത്രയാണ്? എത്ര കുട്ടികൾക്ക് കൊടുക്കാം അപ്പോ? 63. അര കൂട്ടിയോ? എടാ അതിനുള്ള അരിയില്ലടാ. കഷ്ടപ്പാടാണ് ഇവിടെ. 62 തെറ്റിക്കല്ലേ കേട്ടോ. 62 കുട്ടികൾക്കേ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. 62 എന്നാ പറയുന്നത്. അങ്ങനെ ഒരു നമ്പർ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 62 കുട്ടികൾക്കാണ് നമുക്ക് ഈ അരി കൊടുക്കാനായിട്ട് സാധിക്കാം. ക്ലിയർ ആണോ? ആ നമ്മുടെ ഡാൻസുകാർ ഇന്നും ഡാൻസ് യൂണിഫോമിലാണ് സാർ ഇരിക്കുന്നത്. ഫിസ യെസ് ഞാൻ നേരത്തെ കണ്ടപ്പോൾ നോട്ട് ചെയ്തായിരുന്നു. ഓക്കെ യെസ്. അപ്പോൾ നിങ്ങളുടെ നല്ല യൂണിഫോം ആണ്, നല്ല കളർ അല്ലേ? യെസ് കൊള്ളാം. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അപ്പോൾ നമ്മൾ ഡിവിഷൻ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, വിതരണം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. മനസ്സിലാക്കി വെക്കുക, ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ക്ലിയർ? ഓക്കെ യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. there are 40 children in a class. മൊത്തം ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. 4/8 of them are girls. അതിൽ 4 ഭാഗവും പെൺകുട്ടികളാണ്. How many girls are there in the class? എത്ര പെൺകുട്ടികൾ ഈ ക്ലാസ്സിലുണ്ട് എന്നാണ് ചോദ്യം. എന്താണ് 4/8? അപ്പോൾ എത്രയാണ് നമ്മുടെ ഫ്രാക്ഷൻ? 4/8 ആണ്. ഈ 4/8നെ നമുക്കൊന്ന് ചെറുതാക്കാലോ. 4ന്റെ ടേബിളിൽ പോവില്ലേ? 1/2 എന്ന് കിട്ടുമെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 4ന്റെ ടേബിളിൽ പോവില്ലേ? 4ന്റെ ടേബിളിൽ ഒരു പ്രാവശ്യം 4 വരും, 2 പ്രാവശ്യമാണ് 8 വരുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 1/2 യെസ് 1/2 എന്ന് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? 40ന്റെ നമ്പർ ഓഫ് ഗേൾസ് ആ വേണ്ടല്ലേ? പെൺകുട്ടികളുടെ എണ്ണാണ് വേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 40ന്റെ 1/2 കണ്ടുപിടിക്കാം. 40ന്റെ 1/2. ഓക്കെ ഏബിലെ ക്യാമറ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കടാ കുട്ടാ. യെസ് നമ്മൾ സിനിമ ആണോ വെക്കൂലേ? ഫോൺ അതുപോലെ ഒന്ന് വെച്ചേ, ചരിച്ച് വെച്ചേ. ആ അത്ര ഉള്ള പരിപാടി. ഓക്കെ 40 ഇൻറ്റു 1/2 കണ്ടുപിടിച്ച എല്ലാവരും. 40ന്റെ 1/2 അല്ലെങ്കിൽ 40ന്റെ പകുതി അല്ലേ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 40ന്റെ പകുതി. യെസ് ആരാ പറയുന്നേ? സുഹറാണ് മ്യൂട്ട് ചെയ്തേടാ. 40ന്റെ പകുതി എത്ര കിട്ടി? ഹലോ 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 താങ്കൾക്ക് കേൾക്കാമോ? ആ പറഞ്ഞോ. 20 യെസ് 40 ഇൻറ്റു അര അല്ലെങ്കിൽ ഹാഫ് ചെയ്യുമ്പോൾ 20 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പൊ 20 പെൺകുട്ടികളും ബാക്കി എത്രയായിരിക്കും? ബാക്കി 20 ആൺകുട്ടികളായിരിക്കും ഉണ്ടാവുക. മൊത്തത്തിൽ 40 പേരിലേ ഉള്ളൂ. അപ്പൊ 20 പെൺകുട്ടികളാണെങ്കിൽ 20 ആൺകുട്ടികളായിരിക്കും. അപ്പൊ ഇവിടെ ഗേൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ബോയ്സും ചോദിക്കാട്ടോ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. ഓക്കെ ആണെങ്കിൽ യെസ് നമുക്കപ്പോൾ ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ആ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
കുറേ പേരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ശ്രദ്ധിച്ചേ, 1 liter ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് ഇൻ 2 bottles ഓഫ് ഈക്വൽ സൈസ്. എന്താ പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു പാത്രത്തിൽ 1 ലിറ്റർ മിൽക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ 1 ലിറ്റർ പാലുണ്ട്. അത് 2 കുപ്പികളിലേക്ക് പകർന്നൊഴിക്കുകയാണ്. ഈ ഫ്രാക്ഷൻസ് എടുത്തപ്പോഴും എനിക്ക് ഇത് തന്നെയായിരുന്നു പണി, കുപ്പി വരയ്ക്കൽ അല്ലേ. അത് ഇതുവരെ വിട്ടിട്ടില്ല. കുപ്പി രണ്ടും ഇതുവരെ ശരിയായിട്ടില്ല. പണ്ടേ ഇങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഇതുപോലെ തന്നെയാണ്. കണ്ട, രണ്ടും അങ്ങനെ ഇങ്ങനെ ഇരിക്കണം, ഏണാങ്ങോണാന്നിരിക്കണം അല്ലേ. യെസ്, നോക്കിക്കേ, എന്താണ് 1 ലിറ്റർ പാല് നമ്മൾ 2 കുപ്പികളിലായിട്ട് ഈക്വൽ ആയിട്ട് നിറയ്ക്കുന്നു. അപ്പോൾ 1 ലിറ്ററിനെ പകുതിയാക്കിയാൽ എത്രയായി? 1 ലിറ്ററിന്റെ പകുതി എത്രയാണ്? അരയാണല്ലേ, 1/2 ലിറ്റർ ആണ്. അപ്പോൾ ഓരോ കുപ്പിയിൽ എത്ര ലിറ്റർ വീതം വരും? 1/2 ലിറ്റർ വീതം വരൂലേ? ഓരോ കുപ്പിയിലും 1/2 ലിറ്റർ വീതം വരില്ലേ? യെസ്, അപ്പോൾ ഇതിനകത്ത് 1/2 ലിറ്റർ, ഇതിനകത്തും 1/2 ലിറ്റർ. ക്ലിയർ ആയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 1 ലിറ്റർ മിൽക്ക് പാല് നമ്മൾ 2 തുല്യ കുപ്പികളിലായിട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒന്നിനെ കറക്റ്റ് പകുതിയാക്കിയിട്ട് നമ്മൾ 2 കുപ്പികളിലേക്കും അളന്നൊഴിക്കുന്നു. ദാറ്റ് ഈസ് 1/2 ലിറ്റർ 1/2 ലിറ്റർ. അപ്പൊ നമുക്ക് നോക്കാം, ടോട്ടൽ 1 ലിറ്റർ ആണല്ലോ. ഈച്ച് ബോട്ടിൽ ഓരോ കുപ്പിയിൽ എത്രയാണെന്ന് നമ്മളിപ്പോ പറഞ്ഞേ? 1/2 ലിറ്റർ ആണോ? എഴുതിക്കേ, ഇൻ ഈച്ച് ബോട്ടിൽ ഓരോ കുപ്പിയിലും 1/2 ലിറ്റർ വീതം. ഓക്കെ, ഓരോ കുപ്പിയിലും 1/2 ലിറ്റർ വീതം. അപ്പൊ ദേ 2 കുപ്പിയുണ്ട്. ഇത്തവണ ഞാൻ കലക്കും. അല്ല സാറേ, കണ്ടോ ആ പെർഫെക്ഷൻ കണ്ടോ സാറേ? മറ്റേ ഇങ്ക് കുപ്പി പോലെ പോയി. സാരില്ല, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ പറഞ്ഞ അപമാനിക്കല്ലേ സാറേ, നമുക്ക് വിഷയം മാറ്റാം. പറഞ്ഞേ, നല്ല നോക്കിക്കേ, ഇതിനകത്ത് 1/2 ലിറ്റർ, ഇതിനകത്ത് 1/2 ലിറ്റർ. ക്ലിയർ ആണല്ലോ? കണ്ടാ സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വരച്ചോണ്ട് പറയല്ല. 1/2 ലിറ്ററിന്റെ കുപ്പി ഉണ്ടോ? ഓക്കെ ആണല്ലോ? അടപ്പരൊന്നും ഇല്ല, തൽക്കാലം പോയി, അടപ്പരൊന്നും വേണ്ട ഇപ്പൊ. ഓക്കെ, യെസ്, നോക്കിക്കേ. അപ്പൊ ഓരോ ബോട്ടിലും 1/2 ലിറ്റർ വീതം നമ്മൾ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലൊന്ന് നോക്കിക്കേ. ഇനി ഇതിനകത്ത് ഹാഫ് പാർട്ട് ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ വാസ് യൂസ്ഡ് ടു മേക്ക് ടീ. ശ്രദ്ധിച്ചൊന്ന് വായിക്കണം കേട്ടോ ആ ക്വസ്റ്റ്യൻ. അതിൽ ഒരു കുപ്പിയുടെ 1/2 ഭാഗം എടുത്ത് ചായ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാലെടുത്തു. എത്ര പേർക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം? സാറിന് അറിയാൻ പാടില്ലെന്ന് പറയുന്നത്. എത്ര പേർക്ക് ചായ ഉണ്ടാക്കാൻ അറിയാം? അടിപൊളിയായിട്ട് ചായ ഉണ്ടാക്കാം. നിങ്ങൾ കുടിച്ചു നോക്കിയിട്ട് പറയാം. ഓക്കെ, യെസ്, കുറെ പേര് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാന്ന് പറയുന്നത് വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, നോക്കിക്കേ, എന്താണ് ആദ്യം പറയുന്നത്? 1/2 ലിറ്റർ, ഒരു കുപ്പിയുടെ 1/2 ലിറ്റർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ചായ ഉണ്ടാക്കുന്ന പറയുന്നത് കേട്ടോ. അപ്പോൾ കുറെ പേരും തെറ്റിക്കാൻ പോകുന്നൊരു പരിപാടി, ഈ 1/2 ലിറ്റർ മൊത്തത്തിൽ എടുക്കും. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനിലും പറയുന്നത്. ശ്രദ്ധിച്ചേ, ഹാഫ് പാർട്ട് ഓഫ് മിൽക്ക് ഇൻ 1 ബോട്ടിൽ, ഒരു കുപ്പിയിലുള്ളതിന്റെ പകുതി എടുക്കുന്നു എന്നാ പറയുന്നത് അല്ലേ. അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു കുപ്പി എടുക്കാന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ബോട്ടിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുവാണ്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി എന്തുണ്ട്? 1/2 ലിറ്റർ ഉണ്ട്. ഇതിന്റെ പകുതിയാണ് എടുക്കുന്നത്, 1/2 ലിറ്ററിന്റെ ഹാഫ്. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഹാഫ് ഇൻറ്റു ഹാഫ്. അരയുടെ പകുതി എത്രയാ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അരയുടെ പകുതി എത്രയാ? ഒരാളൊന്ന് ചോദിക്കും സാറേ, അരയുടെ പകുതി? ആയിഷ എന്ന് പറഞ്ഞേ, അരയുടെ പകുതി എത്രയാ? ആയിഷ, ഇന്ദ്രീത് സാർ കണ്ണാപ്പി എന്ന് പറഞ്ഞ ആയിഷ അല്ലേ സാർ? ഇത് ആയിഷയല്ല, ഷോ പാവം. ആയിഷ ഇവിടെ ഉണ്ടല്ലേ? ഒന്ന് കാണിച്ചു പെട്ടെന്ന് കണ്ടപ്പോ രണ്ടൊരു ഒരേപോലെ ഇരിക്കണമല്ലോ. ഓക്കെ, ശരി, പോട്ടെ, അത് വിട്ടേക്ക്. ഈ ആയിഷ തന്നെ നമുക്ക് വിളിക്കാം. ബാക്കിൽ കൊതുകുപോലെയുള്ള ആയിഷ. ഹലോ, എടാ പറഞ്ഞേടാ, അരയുടെ പകുതി എത്രയായിരിക്കും? ഹലോ, അരയുടെ പകുതി എത്രയാ? 1/4. അത്ര ഉള്ളൂ, കാല് അല്ലേ? നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയും, പച്ച മലയാളത്തിൽ അങ്ങനെ പറയും. അരയുടെ പകുതി കാലെന്ന് പറയും അല്ലേ. 1/2 ഇൻറ്റു 1/2, 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4. കിട്ടിയോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ നീ. അപ്പോ എത്ര ഭാഗം എടുത്തേക്കുന്നത്? നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ അല്ലേ. 1/4 ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കിയത്. ഓക്കെ, ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് വെയർ യൂസ് ഫോർ ടീ? എത്ര ലിറ്റർ ആണ് നമ്മൾ എടുത്തേക്കുന്നത്? 1/4 ലിറ്റർ ആണ് നമ്മൾ ചായ ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്. സോ യൂസ് ഫോർ ടീ, ചായക്ക് വേണ്ടി ഉപയോഗിച്ചത് എത്രയാണ്? എത്ര ലിറ്റർ ആണ് ചായക്ക് വേണ്ടി ഉപയോഗിച്ചത്? 1/4 ലിറ്റർ. എത്രയാണ്? 1/4 ലിറ്റർ ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിച്ചത്? ചായക്ക് വേണ്ടി ഉപയോഗിച്ചത്. ഓക്കെ ആണല്ലോ? അപ്പൊ ചായക്ക് വേണ്ടി 1/4 ലിറ്റർ ഉപയോഗിച്ചു. ഒരു ചെറിയ സാധനം കൂടി ഉണ്ട്. എന്താണ്? ഇൻ മില്ലി ലിറ്റർ. എന്തിലും കൂടി മാറ്റണം നമ്മൾ ഇത്? മില്ലി ലിറ്ററിലും കൂടി നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അതായത് ലിറ്ററിൽ പറഞ്ഞു, മില്ലി ലിറ്ററും കൂടി പറയണം. എന്തിലും കൂടി പറയണം? മില്ലി ലിറ്ററിലും കൂടി. അതിനൊരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണേ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണെന്ന് ആദ്യം അറിയണം. എന്താണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലി ലിറ്റർ ആണ് എന്നുള്ള കാര്യം ആദ്യം അറിയണം. 1000
മില്ലി ലിറ്റർ ആണ് വരേണ്ടത്. എത്രയാണ്? 1000 മില്ലി ലിറ്റർ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. എഴുതി വെച്ചേ, ഒരു ബോക്സിലാക്കി എഴുതി വെച്ചേ. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മില്ലി ലിറ്റർ ആണ് നമുക്ക് വേണ്ടത് ആണല്ലോ. അപ്പോൾ ലിറ്ററിനെയും മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചെഴുതിക്കും മക്കളെ. ലിറ്ററിനെയും മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇൻടു 1000 ചെയ്യണം. എന്താണ്? ഇൻടു 1000. സുഹറ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. സുഹറ, ഹലോ സുഹറ, കേൾക്കുന്നുണ്ടോ? ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യാം? ഇൻടു 1000. എന്താണ് ഫോണിലേക്ക് കൈ പോകുന്ന ഇടയ്ക്കിടയ്ക്ക്? ഫോൺ യൂസ് വേണ്ട ക്ലാസ്സിന്റെ ഇടയിൽ. പറഞ്ഞോ. നോട്ടിഫിക്കേഷൻ കളഞ്ഞാണ്. ശരി ശരി, ഓക്കെ, അത് കുഴപ്പമില്ല, അത് വന്നോട്ടെ, പ്രശ്നമില്ല, പൊക്കോളല്ലോ തന്നെ അത്. യെസ്, നോക്കിക്കേ മക്കളെ. ഓക്കെ, മ്യൂട്ട് ചെയ്തോടാം. ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് മാറ്റാൻ ഇൻടു 1000 ചെയ്യണം. എന്താണ്? 1000 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1/4 ലിറ്റർ ആണ് അല്ലേ. അപ്പൊ ഇൻടു 1000 ചെയ്ത് അതിനെ ഒന്ന് മില്ലി ലിറ്ററിലേക്ക് മാറ്റി. ഇൻടു 1000, 1/4 ഇൻടു 1000. അപ്പൊ എന്ത് വരും? 1000/4 എന്ന് വരും. ഒന്ന് ചെയ്തേ. 1000നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ചേ മില്ലി ലിറ്ററിൽ എത്ര വരും എന്നുള്ളത്. 1000നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ചേ എല്ലാവരും പെട്ടെന്ന്. സാറേ ലാസ്റ്റ് റോയിൽ ലാസ്റ്റ് ഇരിക്കുന്ന ആൾ വിളിക്കാം. Who is that? കാശിനാഥ്. കാശിനാഥേ, ഹലോ, എത്ര കിട്ടി? 1000നെ 4 വെച്ച് ഡിവൈഡ് ചെയ്തപ്പാ അത് ഞാൻ കണ്ട്. നീ വെറുതെ ഇരിക്കണത്. ചെയ്യ്, നീ തന്നെ പറയണം. ചെയ്യ്, പെട്ടെന്നാവട്ടെ. വെറുതെ ഇരിക്കണ കണ്ടതാ ഞാൻ നിന്നെ തന്നെ വിളിച്ചേ. 1000 ഡിവൈഡ് ബൈ 4 കിട്ടിയോ? ഡിവൈഡ് ചെയ്യാൻ പ്രശ്നമുണ്ടോ? കാശിനാഥേ, നിന്നോടാണ്. ഡിവൈഡ് ചെയ്യാൻ അറിയാമോ? പ്രശ്നമുണ്ടോ എന്തെങ്കിലും? ഉണ്ടെങ്കിൽ പറ. നീ ആൻസർ റെഡി പറഞ്ഞോ. എത്രയാ? 250. കറക്റ്റ് ആയിട്ട് പറ. ഉറപ്പാണോ? യെസ്, 250 മില്ലി ലിറ്റർ. എഴുതിക്ക് എല്ലാവരും. 250 മില്ലി ലിറ്റർ കറക്റ്റ് ആയിട്ട് എഴുതാട്ടോ. 250 മില്ലി ലിറ്റർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്. അപ്പോൾ 250 മില്ലി ലിറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേ? പാല് എടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കിയത്. ക്ലിയർ? ഓക്കെ. അപ്പൊ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ സാർ, ഒന്ന് എന്നെ മാറ്റാവോ? ഒറ്റമിറ്റ് സ്ക്രീൻഷോട്ട് ചെയ്യല്ലേ. എന്റെ സുന്ദരമായ മുഖം ഇവർക്ക് കിട്ടാൻ പാടില്ല, അപ്പൊ അതുകൊണ്ട് എന്നെ മറക്കണം. യെസ്, എടുത്തോളൂ കേട്ടോ, എല്ലാവരും എടുത്തോളൂ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, യെസ്, അലമ്പന. യെസ്, ഈ ക്വസ്റ്റിനും ജസ്റ്റ് ഒന്ന് നോക്കാം. സാറേ മാറ്റിക്കോ, എന്നെ മാറ്റിക്കോ. ഇതും കൂടി ഒന്ന് ഓക്കെ, ഇതും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. നമ്മുടെ ടോണിയുടെയും ടാനിയുടെയും കാര്യമാണ്. സാറേ, ടാനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അതാണ് ഞാൻ അവളുടെ പേര് തന്നെ എടുത്തിട്ടുണ്ട് വന്നത്. ടോണി അല്ല, ടോണി വേറെ ഏതോ ഒരുത്തൻ. ഓക്കെ അല്ലേ? യെസ്, നമുക്കപ്പോൾ നെക്സ്റ്റ് നോക്കിയാലോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ ചെയ്യാനുണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സാറേ കാണിച്ചോ. വന്നല്ലേ? യെസ്, നോക്കിക്കേ, ലാസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1.5 meters? എന്താ ക്വസ്റ്റ്യൻ? ഒരു സ്ക്വയർ തന്നിട്ടില്ലേ, മഞ്ഞ കളറിൽ ഒരു സ്ക്വയർ അവിടെ കിടക്കുന്നുണ്ട്. സൈഡ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? സൈഡ് എത്രയാണ്? സൈഡ് ഇസ് ഈക്വൽ ടു 1.5 meters ആണോ തന്നിരിക്കുന്നത്? 1.5 meter അല്ലേ തന്നിരിക്കുന്നത്? യെസ്, അതെ. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയുടെ സ്ക്വയറിന്റെ ഏരിയ എത്ര? ഈ സമചതുരത്തിന്റെ വിസ്തീർണം എത്രയാണ്? എന്താണ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ആരാ പറയുന്നത് സാറേ? കൃഷ്ണവേണി. സമചതുരത്തിന്റെ വിസ്തീർണം അഥവാ ഏരിയ ഓഫ് സ്ക്വയറിന്റെ ഇക്വേഷൻ ആണോ? ഫുഡടി മാത്രമേ ഉള്ളൂ. എന്ത് ഏരിയ, ഏത് വിസ്തീർണം? പറ. എന്താ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? സൈഡ് ഇൻറ്റു സൈഡ്. ആദ്യം എന്താ പറഞ്ഞേ? ലെങ്ത് ഇൻറ്റു ലെങ്ത് എന്ന്.
സൈഡ് ഇൻറ്റു സൈഡ്. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ ആണ് ചെയ്യേണ്ടത്. നമ്മൾ മറ്റേ റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മെയിൻ കാര്യം ഇതായിരുന്നു. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചെയ്യണം 1.5 ആണ് ഇവിടെ കിടക്കുന്ന സൈഡ് അല്ലേ, 1.5. നോക്കിക്കേ, 1.5 എന്ന് പറയുന്ന ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പഠിച്ചു, നേരെ തിരിച്ച് ചെയ്യാനായിട്ട് പഠിച്ചില്ല അല്ലേ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാം? 2നെ ഈ പറയുന്ന 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 1 ചെയ്യുന്നു, അതിനോട് കൂടെ ഈ മുകളിലത്തെ 1 ആഡ് ചെയ്യുന്നു, പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ താഴത്തെ 2. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്തത്? 1/2 ഈ 1 into 2 ചെയ്യാം, ദാറ്റ് ഈസ് 1 into 2. അതിനോട് കൂടെ മുകളിലത്തെ 1 ആഡ് ചെയ്യുന്നു, താഴത്തെ 2 ഡിവൈഡ് ചെയ്യുന്നു. 1 into 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2. 1 into 2 എത്രയാ? 1 into 2 2 ആണ്. അതിനോട് ഒന്ന് ആഡ് ചെയ്ത് എത്രയാവും? അത് 3 ആയി മാറിയില്ലേ? യെസ്, അപ്പൊ ആൻസർ 3/2. 3/2 ആണ് അപ്പൊ ഇവിടുത്തെ സൈഡ് ഈസ് ഈക്വൽ ടു 3/2. അങ്ങനെയാണെങ്കിൽ ഏരിയ പെട്ടെന്ന് കണ്ടുപിടിച്ച എല്ലാവരും എന്തായിരിക്കും? സൈഡ് സ്ക്വയർ, അതായത് 3/2ന്റെ ഹോൾ സ്ക്വയർ, 3/2 ദ ഹോൾ സ്ക്വയർ. ചെയ്തേ, ഒരാളെ വിളിച്ചോളൂ, എങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കാം. പ്രണവേ പറഞ്ഞേ, എങ്ങനെയാ ചെയ്യുന്നത് 3/2 സ്ക്വയർ എന്ന് പറഞ്ഞാ? ഒരു നമ്പറിന്റെ സ്ക്വയർ എടുക്കാന്ന് പറഞ്ഞാൽ എന്താ സംഭവം അവിടെ ചെയ്യുന്നത്? നമ്മള് ഇൻറ്റു ചെയ്യണം. അപ്പൊ പറഞ്ഞേ, ഏതൊക്കെ തമ്മിൽ ഇൻറ്റു ചെയ്യണ്ടേ? 3/2 ഇൻറ്റു 2 ആണോ? ഇടിക്ക് ഞാൻ 2 ആണ് ചെയ്യണ്ടേ? 3/2ന്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞ ഏതൊക്കെ തമ്മിലാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 3/2 ഇൻറ്റു 3/2. എടാ, രാമായണം മൊത്തം വായിച്ചിട്ട് നീ എന്നെ സങ്കടപ്പെടുത്തല്ലേടാ. അവനെ പറഞ്ഞോട്ടെ സാറേ, എനിക്ക് ദേഷ്യം വരും. എന്താണ് 3/2 സ്ക്വയർ? 3/2 ഇൻറ്റു 3/2. നീ സാധാരണ പറയാനുള്ളതാണല്ലോ, ഒന്ന് വേഷം കെട്ടാണ് അവന്. മുകളിലെ 3 into 3. വേണ്ട, നീ ഒന്നും മിണ്ടണ്ട, നിന്നോട് ഞാൻ പണക്കോണ്. 3 into 3 ചെയ്യാം, താഴത്ത് 2 into 2 ചെയ്യാം. ഓക്കെ, 3 into 3 ചെയ്യാം, താഴത്ത് 2 into 2 ചെയ്യാം. 3 into 3 എത്ര കിട്ടും മക്കളെ? 9 എന്ന് കിട്ടും മുകളിൽ. താഴത്തെ എത്ര കിട്ടും? 2 into 2 4 എന്ന് കിട്ടും. 9/4 സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കണം കേട്ടോ. സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്. മീറ്റർ സ്ക്വയർ മീറ്റർ ആണ്. യെസ്, മീറ്റർ സ്ക്വയർ, അതാണ് ആൻസർ. 9/4 മീറ്റർ സ്ക്വയർ എന്നാണ് നമ്മുടെ ആൻസർ വരേണ്ടത്. നോക്കിക്കേ, ഓക്കെ ആണോ? കറക്റ്റ് ആണെന്ന്. എന്താണ്? ഇവാറോസ് പറയണ, ഇവാറോസ് അല്ല, അത് പ്രിൻസ്. നമ്മുടെ പ്രിൻസ് കൂട്ടൻ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, 9/4 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്, ക്ലിയർ. അപ്പൊ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എല്ലാവരും വിചാരിക്കണോ മുക്കാലായി, എപ്പോഴാണ് മിസ്സിന്റെ അടുത്ത ചാപ്റ്റർ? ചെറിയ ചാപ്റ്റർ മക്കളെ, കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ, നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കിക്കേ, യെസ്, ഹായ്, കൊള്ളാലേ ഇത്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. നോക്കിക്കേ, ഹായ്. ഏതാണ് മക്കളെ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ? അവരെക്കാട്ടിൽ എക്സൈറ്റ്മെന്റ് എനിക്കാണല്ലോ സാറേ. യെസ്, ശരിയാണ്ട, ഞാൻ എന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. എന്ത് പറയാനാ, പിള്ളേരുടെ മനസ്സായി പോയി എനിക്ക്. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ എത്രയാണ്? റെസിപ്രോക്കൽ അഥവാ വിപരീത ഭിന്നങ്ങൾ എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് എന്തായിരിക്കും മക്കളെ? നമ്മളിപ്പോ പറഞ്ഞ 2/3 എന്ന് പറയുന്നതിന്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 3/2 ആയിരിക്കും. അങ്ങനെ കുറച്ച് സംഗതികൾ, മിക്സഡ് ഫ്രാക്ഷനും അങ്ങനെയൊക്കെ ചെയ്യാനുണ്ട്. നമ്മളിപ്പോ പറഞ്ഞ ഫ്രാക്ഷനുമായിട്ട് വളരെയധികം ബന്ധമുള്ള, കണ്ടില്ലെന്നാ എന്താണ് എന്തോ പറഞ്ഞവൻ. യെസ്, വളരെയധികം ബന്ധമുള്ള, കേൾക്കണില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ശരി. നോക്കി, വളരെയധികം ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ റെസിപ്രോക്കൽ എന്ന് പറയുന്ന ഫ്രാക്ഷനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. നോക്കിക്കേ, ഫസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ലാർജ് ബാഗ് കണ്ടെയ്ൻസ് 9 kilogram ഓഫ് ഷുഗർ. അപ്പൊ ലാർജ് എന്ന് പറയുന്നത് വലുതിനാണ്, ഞാൻ ലാർജ്, L4 ലാർജ്. വലുതിന് 9 kilogram പഞ്ചസാര ഉണ്ട്. ഇനി വേറൊരു ചെറിയ ബാഗ് ഉണ്ട്, ചെറിയ ബാഗിൽ 6 kilogram ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ വലിയ ബാഗിൽ എത്രയാണ്? 6 kilogram ഉണ്ട്. സോറി, 9 kilogram ആണ്. ഇനി ചെറിയൊരു ബാഗിലാണെങ്കിൽ 6 kilogram ആണ്. ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ നോക്കി, ദ വെയിറ്റ് ഓഫ് ദ ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഈസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ലൈറ്റർ ബാഗ്. അപ്പൊ എന്താ പറയുന്നത്? ചെറിയ ബാഗ് അല്ലെങ്കിൽ എന്താ പറയാ, ഭാരം കുറഞ്ഞ ബാഗും ഭാരം കൂടിയ ബാഗും അല്ലെ. ഇതിനകത്ത് ഭാരം കൂടുതൽ ഏതിനായിരിക്കും? ഹെവിയർ ഏതായിരിക്കും? ഹെവിയർ ഇതല്ലേ ഹെവിയർ. കൂടുതൽ പഞ്ചസാര ഉള്ളതായിരിക്കും ഹെവിയർ. അപ്പൊ ഇതാണ് H, ഹെവിയർ. H ഫോർ ഹെവിയർ. ലൈറ്റർ ഏതായിരിക്കും? ചെറുത് അല്ലെ, ദാറ്റ് ഈസ് L.
അത് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ഹെവിയർ ബാഗ് ഇസ് ഹൗ മച്ച് ടൈംസ് ദാറ്റ് ഇൻ ലൈറ്റർ ബാഗ്. അതായത് ലൈറ്റർ ബാഗിലുള്ള പഞ്ചസാരയുടെ എത്ര മടങ്ങാണ് ഹെവിയർ ബാഗിലുള്ളത് എന്നാണ് ചോദ്യം. അതായത് ലൈറ്റർ ചെറുതിലുള്ളതിന്റെ എത്ര മടങ്ങ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇൻടു ടൈംസ് കൊടുക്കുക. ടൈം അല്ലേ ചോദിച്ചേക്കുന്നത്, ഹൗ മച്ച് ടൈംസ് എന്നല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻടു ടൈംസ് ഈസ് ഈക്വൽ ടു ഹെവിയർ. ലൈറ്ററിലുള്ളതിന്റെ എത്ര മടങ്ങാണ് ഹെവിയറിലുള്ളത്. അപ്പോൾ ഈക്വൽ ടു ഹെവിയർ അപ്പുറത്ത് കാണിക്കണം കേട്ടോ. ഈക്വൽ ടു ഹെവിയർ അപ്പുറത്ത് കാണിക്കണം. ലൈറ്ററിലുള്ളതിന്റെ, ശ്രദ്ധിച്ച മക്കളെ, ലൈറ്ററിലുള്ളതിന്റെ എത്ര മടങ്ങാണ് ഹെവിയറിലുള്ളത്. ഓക്കെ, ലൈറ്ററിലുള്ളതിന്റെ എത്ര കിലോഗ്രാം എത്രയാണ്, സോറി എത്രയാണ്, 6 ആണ് അല്ലേ. 6 ഇൻറ്റു ടൈംസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു ടൈംസ് ഇസ് ഈക്വൽ ടു ഹെവിയറിൽ എത്ര കിലോഗ്രാം ഉള്ളത്, 9 കിലോഗ്രാം. അപ്പൊ 6 ഇൻറ്റു ടൈംസ് ഇസ് ഈക്വൽ ടു 9. എന്താണ് കിട്ടേണ്ടത്, 6 ഇൻറ്റു ടൈംസ് ഇസ് ഈക്വൽ ടു 9. ഓക്കെ, ഞാൻ ഒന്ന് അപ്പുറത്തെ പേജ് എടുക്കുകയാണേ. 6 ഇൻറ്റു ടൈംസ് ഇസ് ഈക്വൽ ടു 9. ഇതിനകത്ത് ടൈംസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ടൈംസിനെ ഇവിടെ നിർത്തും, ഈ 6നെ തൊട്ടപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്ന 6 അപ്പുറം ചെല്ലുമ്പോൾ എന്തായി മാറും മക്കളെ, ഡിവിഷൻ ആയി മാറുന്നു. 9/6 ആവും. ഈ 9/6നെ ഒന്നുകൂടി ചെറുതാക്കി കൂടെ, ഒന്നുകൂടി ചെറുതാക്കിയിട്ട് ഒന്ന് കണ്ടുപിടിച്ചേ. 9/6നെ ഒന്നുകൂടി ഒന്ന് ചെറുതാക്കാം, ഒന്ന് കണ്ടുപിടിച്ചേ. ഓ, വെള്ളം കുടിക്കണ ജഗ്ഗായിരുന്നല്ലേ അത്, ഞാൻ വേറെ എന്തോന്ന് വിചാരിച്ചു. 9/6 കുടിച്ചോ മോ, വെള്ളം കുടിച്ചോടാ. യെസ്, വെരി ഗുഡ്. അഭിരാമാണോ സാറേ ആൻസർ ഇട്ടേക്കണത് താഴത്ത് അല്ലേ, ആദ്യം വായിച്ചത്? യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. 3ന്റെ ടേബിളിൽ പോലെ 9ഉം 6ഉം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. 3ന്റെ 3ാമത്തെ മൾട്ടിപ്പിൾ ആണ് 9, 3ന്റെ 2ാമത്തെ മൾട്ടിപ്പിൾ ആണ് 6. സോ ആൻസർ ഇസ് 3/2. ആൻസർ ഇസ് 3/2. കിട്ടിയോ? 3/2 കിട്ടിയോ? ആൻസർ 3/2. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇത് മൊത്തം ഞാനൊന്ന് വായിച്ചോളയാണേ. ഓക്കെ, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗേഴ്സ്. അപ്പൊ നമുക്കിപ്പോൾ അറിയാം ലൈറ്ററിലുള്ളത് 6 കിലോഗ്രാം ആണ്, ഹെവിയറിലുള്ളത് 9 കിലോഗ്രാം ആണ്, നമുക്കിപ്പോൾ അറിയാം. ഓക്കെ, ഇനി നോക്കി, ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ദ ഹെവിയർ ബാഗ്. ദ വെയിറ്റ് ഓഫ് ഷുഗർ ഇൻ ദ ലൈറ്റർ ബാഗ് ഈസ് വാട്ട് പാർട്ട് ഓഫ്, ആ ഒരു സെന്റൻസ് ശ്രദ്ധിക്കണം കേട്ടോ. വാട്ട് പാർട്ട് ഓഫ് ദാറ്റ് ഇൻ ഹെവിയർ ബാഗ്. വലുതിലുള്ളതിന്റെ അല്ലെങ്കിൽ ഭാരം കൂടിയ ഈ ഒരു ബാഗിലുള്ളതിന്റെ എത്ര ഭാഗമാണ് ചെറുതിലുള്ളത് അല്ലെങ്കിൽ ഭാരം കുറഞ്ഞതിലുള്ളത്. അതായത് ഹെവിയറിന്റെ എത്ര ഭാഗം അല്ലേ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ എഴുതാം, ഹെവിയറിന്റെ എത്ര ഭാഗമാണ് ലൈറ്ററിലുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ് ഹെവിയറിന്റെ എത്ര ഭാഗമാണ് ലൈറ്ററിലുള്ളത്. ഹെവിയർ എത്രയാണ്, 9 അല്ലേ. 9 ഇൻറ്റു പാർട്ട് ഈസ് ഈക്വൽ ടു 6. കുറെ പേർക്ക് വട്ടായി തുടങ്ങിയിട്ടില്ല സാറേ. ഓ, എന്ത് ഹെവിയർ എന്ത് ലൈറ്റർ. ജോ കുട്ടാ, എന്ത് പറ്റി? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാറേ. അവൻ എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ. ഉറക്കമാനുണ്ടല്ലോ മുഖത്ത്, ചെറുതായിട്ട് ഉറക്കമാനുണ്ട്. ഓക്കെ, ഒന്ന് കുറച്ചേരം എണീച്ചേ, നമുക്ക് എക്സാം ഒക്കെ എഴുതണ്ടേ. ഒന്ന് മുഖം കഴിയിട്ട് വാ, ഒന്ന് മുഖം കഴിയിട്ടൊക്കെ ഒന്ന് അവിടെ വരെ നടന്നിട്ട് വാ. ചെല്ലേ. ആ, ഓക്കെ, അടുത്തൊരാളെ വിളിക്കാം. അവൻ കണ്ണു പോലും ചിമ്മുന്നില്ല അല്ലേ. ഉറങ്ങിയണോ കണ്ണോർന്ന്? ആരാണ് സാറേ അത്? മുഹമ്മദ് ഫഹീം. യെസ് കുട്ടാ. ആ, കണ്ണിന് സന്തോഷമായി എനിക്ക്. പറഞ്ഞേ, പാർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അതായത് പാർട്ടാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അതിന്റെ കൂടെയുള്ള നമ്പർ ഏതാ, പാർട്ടിന്റെ കൂടെ 6 ആണോ പാർട്ടിന്റെ കൂടെ കിടക്കുന്നേ? ഇവിടെ കൈ കൊണ്ട് കാണിക്കുന്നത് നോക്ക്. 9. ആ 9 എങ്ങോട്ട് പോകണം, തൊട്ടപ്പുറത്തേക്ക് പോകണം. ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോകണം. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് പോയാൽ എന്തായി മാറും, ഡിവിഷൻ ആയി മാറും. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു 6 ഉണ്ട് കേട്ടോ മക്കളെ. 6ന്റെ കൂടെ ആര് വരും, ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞ് 9 ഒരു ഒറ്റ വരവായി ഇങ്ങോട്ടേക്ക്. ഓക്കെ ആണോ? അപ്പൊ 6/9 ചെറുതാക്കി ഒന്നുകൂടി, പാർട്ട് ഈസ് ഈക്വൽ ടു 6/9. വേറെ ഒന്നുമില്ല മക്കളെ, ഇവിടെ 3/2 അല്ലേ, അതിന്റെ റെസിപ്രോക്കൽ ആണ് ഇപ്പുറത്ത് കിട്ടുക. ദാറ്റ് ഈസ് 2/3 അല്ലേ. യെസ്, വെരി ഗുഡ്. 2/3 എഴുതിക്ക എല്ലാവരും. മുകളിൽ ചെയ്ത 3/2ന്റെ റെസിപ്രോക്കൽ ആണ് താഴെ കിട്ടുന്ന 2/3. സിമ്പിൾ അല്ലേ, റെസിപ്രോക്കൽ മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇതുപോലെ പാർട്ടും ടൈമും വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എക്സാമിന് USSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കുറെ ക്വസ്റ്റ്യൻസ് അതുപോലെ കണ്ടു. ഓക്കെ, യെസ്, ഓക്കെ ആണോ? നാളെ സൺഡേ ആയിട്ട് എന്തൊക്കെയാ പരിപാടി? സാറിന് നാളെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ പരിപാടി നാളെ സൺഡേ ആയിട്ട്? എനിക്ക് നാളെ ഒരു പരിപാടി ഉണ്ട്.
ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോണ്. ചെറിയൊരു ട്രിപ്പ് ഒന്നും അല്ല, ചുമ്മാ ഒന്ന് കറങ്ങാൻ പോണു എല്ലാവരും കൂടി. അമ്പല ദർശനമാണ് മക്കളെ, അത് കറക്റ്റ് നോക്കി. യെസ്, ഞാൻ എന്താണ് തൃശ്ശൂരുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നാളെ തൃശ്ശൂർക്ക് വരുന്നുണ്ട്. ആദ്യമായിട്ട് തൃശ്ശൂർ പോണേ നാളെ. ഓക്കെ, ആ വടക്കുന്നാഥിന് പോണ്. ഓക്കെ, യെസ്. തൃശ്ശൂർക്കാരെങ്കിലും ഉണ്ടോ സാറേ? തൃശ്ശൂർക്കാരെങ്കിലും? ആ അതെ, കൈ പോക്കുന്നുണ്ട്. ആഹാ, യെസ്. വടക്കുന്നാഥിനടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? വടക്കുന്നാഥിനടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. കല്യാണം ഉണ്ട് കുറെ പേർക്ക് നാളെ. ഓക്കെ ഓക്കെ. ആ കാറ്റിസത്തിന് പോണെന്ന് പറയുന്ന കുറെ പേരുണ്ടല്ലോ സാറേ. അല്ലല്ല ആയിരിക്കില്ല, നേരത്തെ റീസെന്റ് ആവാനാ വഴി. തൃശ്ശൂര് മാത്രം ഒന്ന് റീസെന്റ് ചെയ്തേ. തൃശ്ശൂര് മാത്രം. ആ പവിത്ര തൃശ്ശൂരാന്ന് തോന്നുന്നു അല്ലേ? ആ കൊറേ പേരുണ്ടാവും. നമ്മുടെ നർത്തകി ഫിസക്കുട്ടിയൊക്കെ അവിടെയാണ്. ആഹാ, കൊറേ പേരുണ്ടല്ലോ. യെസ്, ഓക്കെ ഓക്കെ, സൂപ്പർ. ഓക്കെ, അപ്പൊ നാളെ തൃശ്ശൂര് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത നോക്കാം. പെട്ടെന്ന് നാളെ സൺഡേ ഉള്ളതെന്ന് ഓർത്തപ്പോഴാണ് അത് പെട്ടെന്ന് ഓർത്ത് തന്നെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾക്ക് ഇത്തിരി ഒന്ന് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ദ ലെങ്ത് ഓഫ് എ റിബൺ ഈസ് 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് എ സ്മോളർ റിബൺ. അതായത് ലാർജർ റിബൺ എന്ന് പറയുന്നത് സ്മോളർ റിബണിന്റെ 2/3 ടൈംസ് ആണ് എന്നർത്ഥം. എന്താ പറയുന്നത്? ദ ലെങ്ത് ഓഫ് എ റിബൺ ഈസ് 2/3 ടൈംസ് ദ ലെങ്ത് ഓഫ് എ സ്മോളർ റിബൺ. ചെറിയ റിബണിന്റെ 2/3 ഭാഗമാണ് ലാർജ് റിബൺ എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 2/3 ഒന്ന് മാറ്റണം. 2/3 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അതിനൊന്ന് മാറ്റിക്കുക എല്ലാവരും. മിക്സ്ഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് എല്ലാവരും. മിക്സ്ഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷൻ ഒന്ന് കൊണ്ടുവന്ന് എല്ലാവരും ഒന്ന് കൊണ്ടുവന്നേ. ശത്രുഘ്നെ ആയിരിക്കും. ശ്രീ ശത്രുഘ്ന സ്വാമി ടെമ്പിളിലേക്ക് വാ. ആ മറ്റേ നാലമ്പലം നടത്തുന്ന ടെമ്പിൾ ആയിരിക്കും സാറേ. നോക്കട്ടെ പറ്റിയാ വരാം. ഓക്കെ, ഇപ്പൊ വരും. അവിടെ അടുത്താണ്, എനിക്ക് അറിയാൻ പാടില്ല. യെസ്, 2/3 ഒന്ന് കണ്ടുപിടിച്ചേ. അതെ കൂട്ടാൻ വിളിക്കണേ. എനിക്ക് മനസ്സിലായി. ഇന്നത്തെ എക്സാമിന് ടൈം തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സാറേ ആരാണ് സാറേ ഹൃദയഭേദകമായ റിക്വസ്റ്റ് ഇട്ടേക്കുന്നത്? എനിക്ക് സങ്കടമായെന്ന് കേട്ടപ്പോ. ആരാണിത്? ദേവർഷേ, സമയം തരാടാ നിനക്ക്. ഓക്കെ, അവന് മാത്രമല്ല എല്ലാവർക്കും കേട്ടോ. ഓക്കെ, കുറച്ച് സമയം തരാം. ഓക്കെ, യെസ്. നോക്കിക്കേ നമ്മളെ 2 into 3 ചെയ്യുന്നു. 2 into 3 എത്രയാണ്? 6 ആണ്. അതിനോട് കൂടെ മുകളിലത്തെ 2 ആഡ് ചെയ്യുന്നു. 6 + 2 ഡിവൈഡഡ് ബൈ താഴത്തെ ഡിനോമിനേറ്റർ 3 ആണ്. സോ 6 + 2/3 കിട്ടിയോ? 8/2 എന്ന് കിട്ടിയോ? 8/2. അപ്പൊ L is equal to S into 8/3 ആണല്ലോ. ചെയ്തപ്പോ L is equal to S into 8/3. 8/3 ഇവിടെ നിന്ന് കിട്ടി കേട്ടോ, തെറ്റിക്കല്ലേ. ഇനി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് പാർട്ട് ഓഫ് ദ ലെങ്ത് ഓഫ് ദ ലാർജ് റിബൺ ഇസ് ദ ലെങ്ത് ഓഫ് ദ സ്മോൾ റിബൺ? വലിയ റിബണിന്റെ എത്ര ഭാഗമാണ്? അപ്പൊ എത്ര ഭാഗം എന്ന് കണ്ട ഉടനെ എന്ത് ചെയ്തോളണം? ഇൻറ്റു പാർട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എത്ര ടൈംസ് എന്ന് കണ്ട ഉടനെ എന്ത് കൊടുക്കണം? ഇൻറ്റു ടൈംസ് കൊടുക്കണം കേട്ടോ. ലാർജിന്റെ എത്ര ഭാഗമാണ് സ്മോൾ റിബൺ? അതായത് എസ്, അതായത് L ഇൻറ്റു പാർട്ട് ഈസ് ഈക്വൽ ടു എസ്. അതായത് പാർട്ടിനെ ഇപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ L അപ്പുറത്തേക്ക് പോകുന്നു അല്ലെ. അപ്പൊ S/L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? S/L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം നമുക്ക് കിട്ടിയല്ലോ. എന്താണ്? S/L. ഇത് എഴുതി കഴിഞ്ഞോ? അടുത്ത പേജ് എടുത്തോട്ടെ. ഓക്കെ, യെസ്. അപ്പൊ S/L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള സംഗതി എന്താ? ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനം. അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനം ഇതാണ്. സാധനം കയ്യിലുണ്ടല്ലേ. L is equal to S into 8/3. നമുക്ക് S/L ആക്കി മാറ്റണം. അപ്പൊ S/L ആക്കി മാറ്റണമെങ്കിൽ L-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും അല്ലേ. L-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? L-നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇൻറ്റു 8/3. അപ്പൊ S/L ഇൻറ്റു 8/3. S/L അപ്പോൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ടില്ല അല്ലെ. L ദേ ഇപ്പുറത്തേക്ക് വന്നു, S/L ഒക്കെ ആയി മാറി ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവരെന്താ ഒന്നിച്ചല്ലേ നിൽക്കുന്നേ? അവരിപ്പോഴും ഇൻറ്റു എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? 8/3 ഇവിടെ ഓടിക്കണം. ശല്യായി, പുള്ളി മാറ്റണം ഇവിടെ. ഓക്കെ, അപ്പൊ S/L-നെ ഇവിടെ നിർത്തിക്കൊണ്ട് 8/3 നമ്മൾ ഇവിടുന്ന് ഓടിക്കുമ്പോൾ അത് അപ്പുറത്തേക്ക് പോകും. അതായത് ഈക്വൽ ടു അപ്പുറം വരുമ്പോൾ ഇത് എന്തായി മാറും? റെസിപ്രോക്കൽ ആയി മാറണം കേട്ടോ. 8/3 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്താവും? റെസിപ്രോക്കൽ ആയിട്ട് കൺവേർട്ട് ആവണം. ദാറ്റ് ഈസ് 3/8. അപ്പൊ S/L-ന്റെ ആൻസർ എത്രയാ വരുന്നത്? 3/8 ഭാഗമാണ് വരുന്നത്. അതായത് ചെറുതും വലുതും തമ്മിലുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/8 ആണ്. കറക്റ്റായിട്ട് എഴുതി വെച്ച് മക്കളെ, കറക്റ്റായിട്ട് എഴുതി വെച്ച് 3/8. ക്ലിയർ ആണോ?
ഓക്കെ ആണോ? യെസ്. എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്ന വല്ല പിടുത്തമുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും പിടുത്തമുണ്ടോ? ഓക്കെ, എവിടെ പിടുത്തം കിട്ടാറുണ്ട്? ഓക്കെ, അപ്പൊ S by L is equal to 3/8. ഓ, കുറച്ചേരം ഒടിഞ്ഞു വീണു. ഒരുത്തം എന്തെങ്കിലും ഒടിഞ്ഞു വീണോ അവിടെ? അതെ അതെ. ഓക്കെ, നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. പെട്ടെന്ന് നോക്കാം. 27 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+ ഇൻ മാത്സ്. അതെ, നിങ്ങൾക്ക് A+ മേടിക്കാനുള്ളതാണ് അല്ലേ? മാത്സിൽ A+ മേടിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ 27 കുട്ടികൾക്കാണ് A+ കിട്ടിയത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും കിട്ടണം കേട്ടോ. 27 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് ഗോട്ട് A+. 27 പേർക്ക് A+ കിട്ടി. ഈ 27 എന്ന് പറയുന്നത് they form 3/4 ഓഫ് ദ എൻറ്റയർ ക്ലാസ്. ഈ 27 എന്ന് പറയുന്നത് ആ ക്ലാസിന്റെ 3/4 ഭാഗമാണ്. എന്താണ്? 3/4 ഭാഗം. അതായത് ക്ലാസിന്റെ ഏകദേശം ഒരു 1/4 ഭാഗം ആൾക്കാരാണ് 27 പേര് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ മൊത്തം എത്ര പേരുണ്ട്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. എന്താ പറഞ്ഞത്? ഒരു ക്ലാസിന്റെ 1/4 ഭാഗം കുട്ടികളാണ് 27 പേരെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. വേണ്ട സാർ പറയണം, എന്തെങ്കിലും മണ്ടത്തൊരു ഒഴിക്കണം, മിണ്ടാതിരിക്കാം. ഓക്കെ, പാവ സാറിനെ നമ്മള് പറഞ്ഞു വിട്ടല്ലേ. സാറ് പറഞ്ഞോ. അവന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ആരാണ് സാറേ അത്? നദാൽ. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? എന്ത് പഠിക്കാൻ? എക്സാമിന് പഠിക്കാനോ? അയ്യടാ, അത് തരൂല. ഓക്കെ, 27 കുട്ടികളാണ് ഈ 3/4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികൾ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ആര് പറയും ഇതിന്റെ ആൻസർ? ഞാനല്ലാതെ ആര് പറയും? കാതറിനെ. ഇപ്പൊ നിർത്തും. ആരും വിഷമിക്കണ്ട. എങ്ങനെ കണ്ടുപിടിക്കാം? 27 എന്ന് പറയുന്നത് 3/4 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികൾ എത്രയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? സാറ് തന്നെ പറയേണ്ടി വരും തോന്നുന്നു കേട്ടോ. പാസ് കൊടുക്ക്. ഞാൻ കൊടുക്കാം. ജോഷുവ പറഞ്ഞോ. അവനും പാസ്. ക്ലാസിന്റെ മാനം നീ കാക്കണം. പറഞ്ഞോ, എത്ര വരും? 27. അതെന്താണ് സാറേ താഴത്ത് ഒരു ഭൂതോ? ഡിവൈഡഡ് ആണോ? ശ്രദ്ധിച്ചേ, പോട്ടെ, കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ തന്നെ പറയാം. ശ്രദ്ധിച്ചേ, 3/4 ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? 27 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ളത് കണ്ടുപിടിക്കാൻ ഈ 3/4 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. 3/4 നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻറ്റു 4/3. 4/3 എന്താണ്? ഇൻറ്റു 4/3. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. 27/3 ചെയ്യാം. 27/3 എത്രയാ? 3ന്റെ ടേബിൾ എത്രാമത്തെ തവണയാണ് 27 വരുന്നത്? 9ാമത്തെ തവണയാണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. യെസ്. അപ്പൊ 9 × 4 36. ഇതാണ് ഞാൻ പറയാൻ വന്നത് സാർ. ഓക്കെ, 9 × 4 ദാറ്റ് ഈസ് 36. ഓക്കെ ആണല്ലോ? 36 കുട്ടികളാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മൊത്തത്തിൽ 36 പേരുണ്ട്. അതിനകത്ത് 27 പേർക്കാണ് എന്ത് കിട്ടിയത്? A+ കിട്ടിയത് എന്നർത്ഥം. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. അപ്പൊ നമ്മൾ മൊത്തം എപ്പോഴും ഇതുപോലൊരു ചോദ്യം ചോദിക്കും. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് മൊത്തം കണ്ടുപിടിക്കാൻ പറയും. മൊത്തം കണ്ടുപിടിക്കാൻ പറയാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ ആണോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിക്കുന്നില്ല, നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യിപ്പിച്ച ഇവരെന്നെ കൊല്ലൂപ്പ. അതെ അതെ സാർ, ഒന്ന് തന്നെ മാറ്റിക്കോളൂ. ഒറ്റ മിനിറ്റ്, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാൻ വരട്ടെ. യെസ്, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോളൂ. ഇത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1/4 ഭാഗം, ഒരു പാത്രത്തിന് 1/4 ഭാഗത്തോളം 1.5 ലിറ്റർ വെള്ളം കൊള്ളും. അതായത് മൊത്തം നിറഞ്ഞിട്ടില്ല, 1/4 ഭാഗത്തിൽ 1.5 ലിറ്റർ ആണെങ്കിൽ മൊത്തം കപ്പാസിറ്റി എത്രയായിരിക്കും എന്നാ ചോദ്യം. ചെയ്യാൻ പറ്റുമോ നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉള്ളവർ എനിക്ക് അയക്കണം. മെൻറ്റർക്ക് അയക്കാം, അപ്പോൾ എനിക്ക് കിട്ടും, അപ്പോൾ ഞാൻ തിരിച്ചയക്കും. മൊത്തത്തിൽ ഇന്ന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നു? 10 ക്വസ്റ്റ്യനോ? കണ്ടോ, നമ്മള് ഫയൽമാൻ ജയിച്ചേ. ഓക്കേടാ, കാണിച്ചു. ഓക്കെ സാർ, കാണിച്ചു. ഓക്കെ, മതിയില്ലേ? മതി നിർത്തി. പ്രാർത്ഥന ഇപ്പൊ കിട്ടിയാൽ ഇപ്പിടിക്കുവന. ഓക്കെ നിർത്തി. ഫൈൻ.
സമാധാനമായി. അപ്പോൾ എല്ലാവരും ഒന്ന് കൂളായിട്ടിരിക്കുക, പെട്ടെന്ന് തന്നെ എക്സാം ബുക്ക് എടുക്കാം, പാരൻസിനെ വിളിക്കാം. ഓക്കെ, യെസ്.